ആകാശവാണി. ഉള്ളടക്കം. ഉള്ളടക്കത്തിൽ ഇന്ന് എഴുത്തുകാരനായ KP രാമനുണ്ണി. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഉള്ളടക്കത്തിലേക്ക് സ്വാഗതം. ഉള്ളടക്കം എഴുത്തുകാർ മനസ്സ് തുറക്കുന്നതാണ്. ഇന്ന് നമ്മളോടൊപ്പം മലയാളികൾക്ക് സത്യം പറഞ്ഞാൽ ഒരു പരിചയപ്പെടുത്തലിന്റെയും ആവശ്യമില്ലാത്ത ഒരു എഴുത്തുകാരനാണ് KP രാമനുണ്ണി. KP രാമനുണ്ണി അദ്ദേഹത്തിന്റെ രചനകളുടെ സവിശേഷത കൊണ്ട്, അതിന്റെ സത്യസന്ധത കൊണ്ട്, അത് ജനങ്ങളിലേക്ക് പ്രവേശിച്ചതിന്റെ ബലം കൊണ്ട് എല്ലാം നമ്മളുടെ മുന്നിൽ നമ്മളോടൊപ്പം ഉള്ളയാളാണ്. കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ഉൾപ്പെടെ, വയലാർ അവാർഡ് ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട അനേകം പുരസ്കാരങ്ങൾ നേടിയ എഴുത്തുകാരൻ കൂടിയാണ്. നമുക്ക് അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യാം. അങ്ങേക്ക് സ്വാഗതം. സന്തോഷം. ജന്മസ്ഥലം പൊന്നാനിയാണ്. പൊന്നാനി എന്ന് പറയുമ്പോൾ എന്തൊക്കെ പ്രാധാന്യങ്ങൾ! ചരിത്രപരമായി വലിയ പ്രധാനപ്പെട്ട സ്ഥലം, മലയാളത്തിലെ എഴുത്തിന്റെ ഏറ്റവും കരുത്തുറ്റ അനേകം ശബ്ദങ്ങൾ കേട്ട സ്ഥലം, ഇടശ്ശേരി ഗോവിന്ദൻ നായർ, ഉറൂബ്, M. ഗോവിന്ദൻ, ആദ്യം സ്മരണയിൽ വരുന്ന കുറെ പേരുകൾ. അക്കിത്തവും അതിനോടടുത്തുള്ള സ്ഥലത്താണ്. അതെ അതെ. അപ്പൊ പൊന്നാനി കളരി എന്നൊരു പ്രയോഗം തന്നെ നിലവിൽ വന്നു. നമ്മളുടെ സാഹിത്യരംഗത്തെ ചരിത്രത്തിലൊക്കെ ഉള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ അവിടെ നിന്ന് വന്ന അടുത്ത തലമുറക്കാരിൽ ഒരാളാണ് KP രാമനുണ്ണി. അദ്ദേഹം പൊന്നാനിയുടെ പാരമ്പര്യം നിലനിർത്തുകയും അതിന്റെ യശസ് നിലനിർത്തുകയും ചെയ്തു. ആ പ്രദേശത്തെ ജീവിതത്തെക്കുറിച്ച്, ജനനത്തെക്കുറിച്ച്, അവിടെ തുറന്ന് ഓർമ്മ വെച്ച് ആദ്യമായിട്ട് കണ്ട കാഴ്ചകളെ കുറിച്ചൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. പൊന്നാനി കളരി അല്ലെങ്കിൽ പൊന്നാനി തട്ടകം, അതിനെപ്പറ്റി ഒന്ന് സൂചിപ്പിച്ചിട്ട് എന്റെ ജീവിതത്തിലേക്ക് ആ പൊന്നാനി കളരി എന്നെ എന്താക്കി മാറ്റി എന്നതിലേക്കെല്ലാം പ്രവേശിക്കാമെന്നാണ് വിചാരിക്കുന്നത്. ശരിക്ക് പൊന്നാനി തട്ടകം, പണ്ടത്തെ പൊന്നാനി താലൂക്ക് വളരെ വിസ്തൃതിയുള്ളതായിരുന്നു. ചാവക്കാട് മുതൽക്ക് വളരെ നീണ്ടുകിടക്കുന്ന, അതിന്റെ അകത്താണ് MT വരുന്നത്. തുഞ്ചത്തെഴുത്തച്ഛൻ പൊന്നാനി കളരിക്കാരനാണ്. കാരണം തിരൂരും അതിൽ പെടുന്ന സ്ഥലമായിരുന്നു. ബാലാമണിയമ്മ, മാധവിക്കുട്ടി, നാലാപ്പാട്ട് നാരായണ മേനോൻ, M. ഗോവിന്ദൻ, പിന്നെ ഇടശ്ശേരി ഉറൂബിനെയും പറ്റിയൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ കടവനാട് കുട്ടികൃഷ്ണൻ, ഇങ്ങനെ എത്രയോ ആൾക്കാർ പൊന്നാനി സംഭാവന ചെയ്തിട്ടുണ്ട്. അപ്പോ ഈ പൊന്നാനി കളരിക്ക് ഒരു സവിശേഷതയുള്ളത്, അത് എഴുത്തച്ഛന്റെ സവിശേഷത തന്നെയാണ് പൊന്നാനി എഴുത്തുകാർക്കെല്ലാം പകർന്നു കിട്ടിയിട്ടുള്ളത്. എഴുത്തച്ഛനെ പറ്റി നമ്മൾ തമാശയ്ക്ക് പറയാറുണ്ട്, മലയാളത്തിലെ ആദ്യത്തെ പ്രചരണ സാഹിത്യകാരൻ എഴുത്തച്ഛനായിരുന്നു എന്ന് പറയും. കാരണം കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് കവിത, അല്ലാതെ അതിന്റെ ലാവണ്യാത്മകമായ ഘടകങ്ങളില്ല എന്നല്ല. ലാവണ്യാത്മകമായ ഘടകങ്ങൾ ഉള്ളതിന്റെ ഒപ്പം തന്നെ സമൂഹത്തെ നേരെയാക്കാനും ആളുകളെ ഉയർത്തിയെടുക്കാനും അനീതിക്കെതിരെ ഒരു ബദൽ മാതൃക സൃഷ്ടിക്കാനൊക്കെയായിരുന്നു എഴുത്തച്ഛൻ എഴുതിയത്. അതുകൊണ്ട് പ്രത്യക്ഷമായിട്ടുള്ളൊരു പ്രതിബദ്ധ സാഹിത്യകാരൻ തന്നെയായിരുന്നു എഴുത്തച്ഛൻ. ഈ സ്വഭാവം അത് ഗുണമാണെങ്കിലും ശരി ദോഷമാണെങ്കിലും ശരി എല്ലാ പൊന്നാനി കളരിക്കാരിലുമുണ്ട്. അവരെല്ലാം കാര്യം പറയാൻ എഴുതുന്നവരാണ്. അവർക്ക് ഒരു സോഷ്യൽ കമ്മിറ്റ്മെന്റിന്റെ, അതൊരു ഇടുങ്ങിയ അർത്ഥത്തിലല്ല, വിശാലമായ അർത്ഥത്തിലൊരു സാമൂഹ്യ പ്രതിബദ്ധതയുടെ സ്വഭാവം അവരുടെ എഴുത്തിലുണ്ട്. ഇത് എനിക്ക് ജനിതകമായിട്ട് കിട്ടിയതാ. അപ്പൊ ഞാൻ വിചാരിച്ചാലും എനിക്ക് ഒഴിവാക്കാൻ പറ്റില്ല. ജന്മം കൊണ്ട് കിട്ടിയ ഒരു സ്വഭാവമാണ് എനിക്കുള്ളത്. ഞാൻ പൊന്നാനിക്കാരനാണെങ്കിലും ജനിച്ചത് പൊന്നാനിയിലല്ല, ഞാൻ കൽക്കട്ടയിലാണ് ജനിച്ചത്. കാരണം അച്ഛൻ അവിടെ പിന്നെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ മാനേജരായിട്ട് ജോലി ചെയ്യുമ്പോൾ കൽക്കട്ടയിലാണ് ഞാൻ ജനിച്ചത്. പക്ഷെ അച്ഛൻ മരിച്ചു. 3.5 വയസ്സ് സമയത്ത് പൊന്നാനിക്ക് ഞാൻ ഇങ്ങോട്ട് പോന്നു. അച്ഛനൊന്നും കണ്ട ഓർമ്മ പോലും എനിക്കില്ല. അങ്ങനെ അമ്മയുടെ കൂടെ പൊന്നാനി എത്തി. ഞാൻ ആകെ ഒരേ ഒരു മകനാണ്. അപ്പൊ വീട്ടുകാരൊക്കെ ഇങ്ങനെ ഒരു അകാലത്തിൽ മരിച്ചുപോയ ഒരാളുടെ മകൻ എന്ന നിലയ്ക്ക്
വീട്ടുകാരും നാട്ടുകാരൊക്കെ വളരെ ഓമനയായിട്ടാണ് എന്നെ വളർത്തിക്കൊണ്ടുവന്നത്. ഒരു പരിഗണന കിട്ടി. ഉണ്ട് ഒറ്റ മകനുമാണല്ലോ. അതെ. അങ്ങനെ പൊന്നാനിയുടെ ഒരു സാംസ്കാരികമായ നന്മയിൽ അതെല്ലാം ചെറുപ്പത്തിൽ അനുഭവിച്ചു വളർന്നതാ. മതമൈത്രി, പിന്നെ താരതമ്യേന ഉച്ചനീചത്വങ്ങൾ കുറഞ്ഞ ഒരു സംസ്കാരം പൊന്നാനിയിൽ ഉണ്ടായിരുന്നു. കാരണം എന്തുകൊണ്ടാ? എടശ്ശേരിയുടെയും ഉറൂബിന്റെ ഒക്കെ സാന്നിധ്യം കൊണ്ട് തന്നെ. എടശ്ശേരി വക്കീൽ ഗുമസ്തനായിരുന്നു. അതെ. ഈ വക്കീൽ ഗുമസ്തനായിട്ടുള്ള എടശ്ശേരിയുടെ വക്കീല് രാമേനം വക്കീലായിരുന്നു. അദ്ദേഹം ദേശീയ പ്രസ്ഥാനത്തിലൊക്കെ വളരെയധികം പ്രവർത്തിച്ചിട്ടുള്ള വലിയ കോൺഗ്രസ്സുകാരനായിരുന്നു. വക്കീലിനാണോ വക്കീൽ ഗുമസ്തനാണോ കൂടുതൽ മൂല്യബോധം എന്ന രീതിയിലാണ് അവരുടെ പെരുമാറ്റം ഉണ്ടായിരുന്നത്. വക്കീല് വളരെ ആദർശശാലിയാണ്, ഗുമസ്തൻ അതിലും വലിയ ആദർശശാലി എന്ന് പറയുന്ന പോലെ ഉള്ള ഒരു ബന്ധമാണ് അവർക്കുണ്ടായിരുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു ആദർശാത്മകത, മൂല്യബോധം, മാനവികത, ഇതിന്റെ ഒരു അന്തരീക്ഷത്തിൽ നിന്നാണ് ഞാൻ വളർന്നു വന്നിട്ടുള്ളത്. ഈ രാമൻ മേനോൻ എന്ന് പറയുന്ന ബന്ധുവായിരുന്നു അല്ലേ? പിന്നെ എന്റെ തറവാടിനായിട്ട് ബന്ധമുള്ള കൂട്ടരായിരുന്നു. ഈ ഇടശ്ശേരിയെ നേരിട്ട് കണ്ടിട്ടുണ്ടോ? അപ്പോ ഇടശ്ശേരിയെ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ കുട്ടിക്കാലത്ത് പിന്നെ എന്റെ വല്യമ്മയുടെ പുഷ്പോത്ത വല്യമ്മ എന്ന് പറയും, നമ്മളൊരു ബന്ധക്കാരിലുള്ള ഒരു നല്ല സൽസ്വഭാവിയായിട്ടുള്ള ഒരു സ്നേഹമുള്ള ഒരു വല്യമ്മയായിരുന്നു. അവർക്ക് കുറെ സ്വത്തൊക്കെ ഉണ്ട്. അപ്പൊ അവരെ സ്വത്തിന്റെ കാര്യങ്ങളൊക്കെ നോക്കാനും അതിന്റെ ചെറിയ കേസുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, പാട്ടത്തിന്റെ പ്രശ്നങ്ങൾ, ഇതൊക്കെ എടശ്ശേരി ഗോവിന്ദനാരാണൊക്കെ നോക്കുക. പുഷ്പോത്ത വല്യമ്മയുടെ വീട്ടിലേക്ക് വരുമ്പോ ഞാൻ കുട്ടിയാണ്, ഞാനും പുഷ്പോത്ത വല്യമ്മയുടെ മകളുടെ മകളും കൂടി ഇങ്ങനെ കളിക്കുകയായിരുന്നു. ഞങ്ങൾ ഓരോ വിക്രസൊക്കെ കാണിക്കുകയായിരിക്കും. ഇപ്പൊ എടശ്ശേരി വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്കൊരു പേടിയാ. കാരണം മൂപ്പരിങ്ങനെ ഒന്നും ഭാവിക്കില്ല, എന്നാലും സൂക്ഷ്മമായിട്ടുള്ള കണ്ണാണ്. ഇങ്ങനെ കുത്തിക്കയറിപ്പോകുന്ന ഒരാളെ കാണുകയല്ല, അയാളുടെ മനസ്സിലുള്ളത് പോലും കാണുമെന്ന് തോന്നുന്ന രീതിയിലുള്ള നിശ്ചിതമായിട്ടുള്ള മിഴികളാണ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. അപ്പൊ അന്ന് എടശ്ശേരി വലിയ എഴുത്തുകാരനൊന്നും എനിക്കറിയില്ല. ഞാൻ സ്കൂളിൽ പഠിക്കുക, ചെറിയ ക്ലാസ്സിലാണ് പഠിക്കുന്നത്. പക്ഷെ ഒരു രസകരമായ സംഭവം ഉണ്ടായി. ഒരു ദിവസം എടശ്ശേരി സാധാരണ വരുന്ന പോലെ അവിടെ വന്നു. അന്ന് എടശ്ശേരി വന്ന സമയത്ത് നമ്മൾ പുഷ്പോത്ത വല്യമ്മ വാതൊക്കെ പിടിച്ചിട്ടുള്ള സ്ത്രീയാണ്, കസാലിൽ ഇരിക്കുകയേ ചെയ്യുള്ളൂ, എടശ്ശേരിയെ കണ്ടാൽ എഴുന്നേൽക്കൊന്നും ചെയ്യില്ല. പക്ഷെ അന്നത്തെ ദിവസം വെയ്യാതെ കസാലയിൽ നിന്ന് എഴുന്നേറ്റ് നിന്നു. എന്നിട്ട് പറഞ്ഞു, ഗോവിന്ദാരെ നിങ്ങൾ ഇത്ര വലിയ ആളാന്ന് ഇപ്പോഴാണ് കേട്ടോ എനിക്ക് മനസ്സിലായത് എന്ന് പറഞ്ഞു. അപ്പൊ എന്താ വെച്ചാൽ എടശ്ശേരിക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയിട്ട് വലിയ വാർത്ത മാതൃഭൂമിയിൽ വന്നിട്ട് വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് വല്യമ്മയ്ക്ക് അറിയുന്നത് ഈ വക്കീലുമസ്തനായിട്ട് തന്നെ സേവിക്കാൻ വരുന്ന ആൾ ഇത്ര വലിയ എഴുത്തുകാരനാണ്. എടശ്ശേരിക്ക് സാധാരണ ഒരു ഗ്ലാസ്സിലാണ് ചായ കൊടുക്കുക. അന്ന് അവിടെയുള്ള പണിക്ക് നിൽക്കുന്ന സ്ത്രീയോട് പറഞ്ഞ് സിംഗപ്പൂരിലുള്ള ബന്ധുക്കൾ വരുമ്പോ കൊണ്ടുവന്ന മനോഹരമായിട്ടുള്ള ചിത്രക്കോപ്പയിലാണ് ചായ കൊടുത്തത്. അപ്പൊ ആ ഓർമ്മ ഞാൻ എഴുതിയിട്ടുണ്ട് എടശ്ശേരി പറ്റിയിട്ടുള്ള. അപ്പൊ എടശ്ശേരിക്ക് ഇതൊക്കെ പറഞ്ഞിട്ടും ഒരു പുഞ്ചിരി മാത്രമാണ് ഉണ്ടായത്. ഒരു നിർമ്മമനായ മനുഷ്യനാണ്. നിർമ്മമനായിട്ട് വളരെ. സ്കൂളൊക്കെ എവിടെയായിരുന്നു? അവിടെ തന്നെ പൊന്നാനി തന്നെയുള്ള സ്കൂളിലാണ്? പൊന്നാനി AV സ്കൂള് വളരെ പ്രശസ്തമായിട്ടുള്ള AV ഹൈസ്കൂൾ, അച്യുത വാര്യർ ഹൈസ്കൂൾ, അവിടെയാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. അപ്പൊ വായനയൊക്കെ ഉണ്ടോ ആ കാലത്ത് തന്നെ? ചെറിയ കുട്ടിയായിരിക്കും അങ്ങനെ കേൾക്കാൻ? പിന്നെ ഞാൻ വായന, സാഹിത്യ സമാജം ക്ലാസ്സൊക്കെ എനിക്കിഷ്ടാ. സാഹിത്യ സമാജം ഉണ്ടാവില്ല, ക്ലാസ് അല്ല. അപ്പൊ സാഹിത്യ സമാജം അവസാന പീരീഡിലാണ്. അപ്പൊ അത് പഠിപ്പിക്കലൊന്നും ഉണ്ടാവില്ല, കഥയും കവിതയൊക്കെയാണ്. അപ്പൊ അതൊക്കെ ഇഷ്ടമാണ്. പക്ഷെ അന്ന് കൂടുതൽ എഴുതലൊന്നും ഉണ്ടായിരുന്നില്ല. കുറച്ചെന്തെങ്കിലും ഈ സാഹിത്യ സമാജത്തിനൊക്കെ വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെറിയത് ചെയ്യാന്നല്ലാതെ ചെറുപ്പത്തില് സാഹിത്യത്തിനോട് വലിയ പ്രതിപത്തിയൊന്നും എനിക്ക് പഠിക്കുന്ന കാലത്ത് ഉണ്ടായിരുന്നില്ല. ജീവിതത്തിൽ ഒരു ആക്സിഡന്റ് പറ്റിയിട്ട് എഴുത്തുകാരനായി വന്നു വീണ പോലെയുള്ള ഒരാളാണ് ഞാൻ. കാരണം പഠിക്കുന്ന സമയത്തൊക്കെ എനിക്ക് ശാസ്ത്രത്തിനോടായിരുന്നു വലിയ പ്രതിപത്തി. ശാസ്ത്രജ്ഞനാകണം, കുറച്ചും കൂടി വലിയ ക്ലാസ്സിലായപ്പോഴേക്ക് ഡോക്ടർ ആവണം. കാരണം ഈ അമ്മൂമ്മമാരൊക്കെ കൊച്ചുമക്കളെയൊക്കെ ഡോക്ടർ ആവാൻ വേണ്ടി പ്രോത്സാഹിപ്പിക്കുന്നത്. കാരണം വയസ്സാം കാലത്ത് ഫീസ് കൊടുക്കാതെ വേണ്ടിയിട്ടാണത്. അപ്പൊ അതിലൊരു സ്വാർത്ഥതയും കൂടി ഉണ്ട് അവർക്ക്. അപ്പൊ അതുകൊണ്ട് ഞാൻ സ്കൂള് കഴിഞ്ഞിട്ട് പ്രീ ഡിഗ്രിക്ക് സെക്കൻഡ് ഗ്രൂപ്പ് എടുത്ത്. ഏത് കോളേജായിരുന്നു? പിന്നെ SSLCക്ക് നല്ല മാർക്കാ. ഫസ്റ്റ് ക്ലാസ് 2 കുട്ടികൾക്കോ മറ്റോ ആ സ്കൂളിൽ തന്നെ ഫസ്റ്റ് ക്ലാസ് ഉണ്ടായിരുന്നുള്ളൂ. അതിലൊരാള് ഞാനായിരുന്നു. അപ്പൊ എന്റെ അച്ഛനും മരുമക്കളൊക്കെ കോഴിക്കോട് താമസിക്കുന്നുണ്ട്. മലബാർ ക്രിസ്ത്യൻ കോളേജിൽ പഠിച്ചോട്ടെ
എന്നുള്ള നിലയ്ക്ക് ഞാനും എൻ്റെ അമ്മയ്ക്ക് ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പൊ ഈ അച്ഛന്റെ മരുമക്കൾക്ക് ആ വീട്ടിൽ കൂടുകയാണെങ്കിൽ എൻ്റെ അമ്മയുടെ ഒരു സഹായവും കിട്ടും. അങ്ങനെ അങ്ങോട്ട് കോഴിക്കോട്ടേക്ക് പറിച്ചു നടുകയാണ്. ആ സമയത്തും MES കോളേജ് അത് തുടങ്ങിയിരിക്കുന്നു. പക്ഷെ ഞാൻ MESലല്ല ചേർന്നത്, കോഴിക്കോട് ക്രിസ്ത്യൻ കോളേജിലാണ് ചേർന്നത്. അതിന്റെ ജീവിതത്തിൽ വലിയൊരു വഴിത്തിരിവുണ്ടാക്കുക ചെയ്തത്. ആ ഒരു കാരണം കൂടി ആയിരിക്കാം ഞാൻ ഇന്നൊരു എഴുത്തുകാരനായത്. നല്ല നിലയ്ക്കല്ല, നിഷേധാത്മകമായിട്ടുള്ളൊരു സ്വാധീനത്തിൽ കൂടിയാണ് എന്നെ നല്ലതിലേക്ക് തിരിച്ചുവിട്ടത് എന്ന് പറയാം. കോളേജിലാണ് അത്തരം അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത്. എന്തായിരുന്നു വിഷയം? എന്തായിരുന്നു കോളേജ് ചേരുന്നത്? വിഷയം ഞാൻ പലയിടത്തും എഴുതിയതൊക്കെയാണ്, എന്നാലും കുറച്ച് കേൾവിക്കാർക്ക് വേണ്ടി പറയാം. ഞാൻ പൊന്നാനി ഇങ്ങനെ വളരെ എല്ലാവരും ഓമനയായിട്ട് ജീവിച്ചിട്ടുള്ള ആളാണല്ലോ. സ്കൂളിലാണെങ്കിൽ ഫസ്റ്റ് ക്ലാസ് ആയിട്ട് പാസ്സാവുക, നല്ലോണം പഠിക്കുന്ന കുട്ടിയാണ്. അങ്ങനെ എല്ലാവരെയും പരിഗണനയുള്ള ഞാൻ ക്രിസ്ത്യൻ കോളേജിൽ ചെന്നപ്പോൾ വേറെ വളരെ വ്യത്യസ്തമായ അന്തരീക്ഷ. ക്രിസ്ത്യൻ കോളേജിൽ സെന്റ് ജോസഫ് എന്നും പ്രൊവിഡൻസ് എന്നൊക്കെ പഠിക്കുന്ന ഇംഗ്ലീഷ് മീഡിയം കുട്ടികൾ ഇങ്ങനെ ചേരുക ചെയ്യുക. അവരൊക്കെ വലിയ ഹൈ സൊസൈറ്റിയുള്ള കുട്ടികളുമാണ്. പക്ഷെ മാർക്ക് ഞങ്ങളെപ്പോലെ പൊന്നാനി സ്കൂളിൽ നിന്ന്, മുക്കത്തു നിന്നൊക്കെ വരുന്ന, കൊടുവള്ളി നിന്നൊക്കെ വരുന്ന കുട്ടികൾക്കായിരിക്കും മാർക്ക് കൂടുതലുണ്ടാവുക. പക്ഷെ ഈ ഇംഗ്ലീഷ് മീഡിയക്കാർക്കാണ് അവിടെ മുൻഗണന. ഇംഗ്ലീഷ് മീഡിയക്കാരാണ് പ്രീ ഡിഗ്രിക്കൊക്കെ ആദ്യത്തെ വരിയിലിരിക്കുക. ലെക്ചർമാരടക്കം അവരോട് നോക്കിയിട്ടേ സംസാരിക്കുള്ളൂ. കാരണം അവർക്ക് ഇംഗ്ലീഷിൽ ഇതുണ്ട്, ഞങ്ങൾക്ക് ഇംഗ്ലീഷ് അറിയില്ലല്ലോ, മലയാളം മീഡിയല്ലേ. അങ്ങനെ ഞാൻ വല്ലാതെ ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സിന്റെ വലിയൊരു പിടിയിലായി മാറി. അപ്പോ അതെന്താ വേണ്ടത്? എനിക്കിങ്ങനെ ഒരു ഇത് കിട്ടുന്നില്ല, ഒരു പ്രാധാന്യം കിട്ടുന്നില്ല. ലെക്ചർമാരൊന്നും നമ്മളെ മൈൻഡ് ചെയ്യുന്നില്ല. ഇംഗ്ലീഷ് മീഡിയത്തിൽ നിന്ന് വന്നിട്ടുള്ള ആൺകുട്ടികളും പെൺകുട്ടികളും അവര് തമ്മിലേ സംസാരമുള്ളൂ. ഞങ്ങളിങ്ങനെ ഒരു സർവാണി സദ്യക്കൊക്കെ ഇരിക്കുന്ന അവസ്ഥയാണ്. തീർത്തും പാർശ്വവൽക്കരിക്കപ്പെട്ടു. അപ്പൊ ഇതിനോടുള്ളൊരു മാനസിക പ്രതിരോധമായിട്ടാണ് തോന്നുന്നു. ഞാൻ താമസിക്കുന്ന വീട്ടില്, എന്റെ അച്ഛന്റെ മരുമക്കളുടെ വീട്ടില് വിവേകാനന്ദ സാഹിത്യ സർവസ്വം, ശ്രീരാമകൃഷ്ണ വചനാമൃതം മുതലായിട്ടുള്ള പുസ്തകങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അത് ഞാൻ ഇങ്ങനെ ഇരുന്ന് വായിക്കും. അപ്പൊ അത് 70കളുടെ കാലാണ്, അതും ആലോചിക്കണം. വീട്ടിലിരുന്ന് ഈ പുസ്തകം വായിക്കുകയാണെങ്കിലും 70കളുടെ കാര്യത്തില് നക്സലൈറ്റ് പ്രസ്ഥാനമൊക്കെ ആക്റ്റീവായിട്ടുള്ള കാലഘട്ടമാണ്. അപ്പൊ ക്രിസ്ത്യൻ കോളേജിന്റെ അടുത്ത് കുറച്ച് ദൂരമായിട്ടൊരു താടിക്കാരൻ ജീവിച്ചിരുന്നു. അയാൾ ഈ കോളേജിലെ കുട്ടികളെയൊക്കെ സ്വാധീനിക്കാൻ വേണ്ടി ഓരോ ലഘുലേഖകളൊക്കെ വൈരുദ്ധ്യാത്മക ഭൗതികവാദത്തെപ്പറ്റി, കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രത്തെ പറ്റിയിട്ടുള്ളൊക്കെ ലഘുലേഖകളൊക്കെ അങ്ങനെ വിതരണം ചെയ്യും. അതും ഞാൻ വായിക്കും. കാരണം ഈ കോളേജിൽ ശ്രദ്ധിക്കപ്പെടാതിരിക്കുന്നതിന്റെ ഒരു പരിഹാരമായിട്ടാണ്. കുറച്ചൊരു പ്രതിഷേധം കൂടിയുണ്ട്. അപ്പൊ അത് വലിയ ബുദ്ധിമുട്ടായി. കാരണം വീട്ടിൽ പോയിട്ടുണ്ടെങ്കിൽ വായിക്കുന്നത് ആത്മീയ ഗ്രന്ഥങ്ങളാണ്. കോളേജിൽ പോയി കിട്ടുന്നതൊക്കെ എന്താ, ഭൗതികവാദത്തിന്റെ ഗ്രന്ഥങ്ങളാണ്. പക്ഷെ എന്നാലും ഇതിൽ രണ്ടിലും ഇൻവോൾവ്മെന്റ് ഉണ്ടായിരുന്നു. ഇത് ദഹിക്കാത്ത ഒരു പ്രശ്നമായി. അങ്ങനെ ഭൗതികവാദമാണോ ശരി, ആത്മീയവാദമാണോ ശരി എന്ന വലിയ അട്ടർ കൺഫ്യൂഷനിലായി. അപ്പൊ ഇത് രണ്ടും വായിക്കാനുള്ളൊരു കാരണം കൂടിയുണ്ട്. ആത്മീയതയുടെ ലോകത്ത് പോയാലും അത് ആളുകളെ ഈക്വലൈസ് ചെയ്യുന്നതാ, എല്ലാവരെയും നിരപ്പാക്കുന്ന ആത്മീയതയുടെ ലോകം. കാരണം ദൈവത്തിന്റെ മുന്നിൽ എല്ലാവരും തുല്യരാ. അപ്പോ എന്റെ ഉപബോധ മനസ്സിന് എന്നെ പഠിപ്പിക്കാനുള്ളത് ഈ പ്രോവിഡൻസിലത്തെ കുട്ടികളും സെന്റ് ജോസഫിലത്തെ കുട്ടികളൊക്കെ ഉണ്ടെങ്കിലും നീയും അവരുടെ മാതിരി തുല്യനാണ് എന്ന ഒരു മെസ്സേജ് സ്വയം ആത്മവിശ്വാസത്തിന് വേണ്ടിയിട്ടാണ് ഞാനീ വായിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു കാര്യം കൂടി. പക്ഷെ ഇത് ഒരു അപകടകരമായ ഒരു അവസ്ഥയിലേക്ക് പോയി. ആത്മീയവാദമാണോ ശരി, ഭൗതികവാദമാണോ ശരി എന്നത് ചിന്തിച്ചിട്ട് ഒടുക്കം ദൈവമുണ്ടോ ഇല്ലേ എന്നുള്ളൊരു പ്രശ്നത്തിലേക്ക് ഞാൻ എത്തി. അപ്പൊ ഞാൻ വിചാരിച്ചു, എന്നാ പിന്നെ ഇത് പ്രധാനപ്പെട്ട കാര്യമാണല്ലോ, ദൈവമുണ്ടോ ഇല്ലേ തീരുമാനിച്ചിട്ട് മതി മറ്റു കാര്യങ്ങൾ എന്നായി. അങ്ങനെ ഭക്ഷണം കഴിക്കില്ല, കുളിക്കില്ല, കോളേജിൽ പോവില്ല, ഇത് തന്നെയാണ് കോഡ് വരയ്ക്കില്ല. കാരണം ഇത് ഗൗരവപ്പെട്ട പ്രശ്നമല്ലേ, ദൈവമുണ്ടോ ഇല്ലേ എന്നുള്ളത്. വലിയ തത്വചിന്തകർക്ക് പോലും അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ പറ്റാത്ത ഒരു കാര്യത്തെ പറ്റിയിട്ടാണ് ഒരു 15 വയസ്സുകാരൻ ചിന്തിക്കുന്നത് ഇരുന്നിട്ട്. കുറച്ചു ദിവസം കഴിഞ്ഞപ്പോഴേക്ക് പശകായി. നല്ലോണം പഠിച്ചിരുന്ന കുട്ടി കോളേജിലും പോകുന്നില്ല, പുസ്തകവും വായിക്കുന്നില്ല, കുളിക്കുന്നുമില്ല. ആലോചന തന്നെ. ഇപ്പൊ എന്റെ അച്ഛന്റെ മരുമക്കളൊക്കെ വിദ്യാഭ്യാസമുള്ളവരാ. അപ്പൊ അവര് വിചാരിച്ചു ഇങ്ങനെ ഈ കുട്ടിക്ക് ഇപ്പൊ എന്തോ ഒരു മാനസിക പ്രശ്നമായിരിക്കും എന്ന് വിചാരിച്ചിട്ട് അന്നത്തെ സൈക്കാട്രിസ്റ്റിന്റെ
പ്രശസ്തനായിട്ടുള്ള ഡോക്ടർ വിജയൻ സൈക്കാട്രിസ്റ്റിന്റെ അടുത്ത് കൊണ്ടുപോയി. അദ്ദേഹം എന്നോട് ചോദിച്ചു, എന്താ മോൻ, എന്താണ് കുട്ടിക്ക് എന്താ പ്രശ്നം? അപ്പൊ ഞാൻ പറഞ്ഞു, പ്രശ്നമുണ്ട് സാർ, ഞാൻ പറയാമെന്ന് പറഞ്ഞു. എന്താ പ്രശ്നം, എന്താ തനിക്ക് പ്രശ്നം? താൻ പ്രീഡിയിരിക്കുകയല്ലോ, പഠിച്ചിരുന്ന കുട്ടിയാണല്ലൊക്കെ പറയുന്നിട്ട് വന്ന് ചേർന്നതല്ലേ. എനിക്ക് ദൈവം ഉണ്ടോ ഇല്ലേ എന്നാണ് സംശയം എന്ന് പറഞ്ഞു. മൂപ്പര് ഒന്നിങ്ങനെ ചിരിച്ചിട്ട് പറഞ്ഞു, അത് സാരില്ല, ഒക്കെ ഞാൻ മാറ്റിത്തരാന്ന് പറഞ്ഞു. ഉടനെ മൂപ്പര് ലെറ്റർ പാഡ് എടുത്തിട്ട് എസ്കസൈൻ, ലാർഗറ്റൈൽ, പാസിറ്റൈൻ എന്നൊക്കെ പറഞ്ഞ ഗുളികകൾ എഴുതി. ഞാൻ ഭയങ്കര സന്തോഷവാനായി. ഈ മരുന്ന് കഴിക്കുന്നതോടുകൂടി എനിക്ക് ബുദ്ധന്റെ ഉത്തരം കിട്ടും, ബോധോദയം ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ട് ആ മരുന്ന് കഴിച്ചിട്ട് ഒരു ഗുണമില്ല. ഉറക്കം തൂങ്ങനെ. ഞാൻ ആകെ സംഘർഷത്തിലായി. ഈ ചോദ്യത്തിന് ഉത്തരവും കിട്ടുന്നില്ല, പഠിക്കാനൊന്നും പറ്റുന്നുമില്ല. അപ്പൊ ഞാൻ വീട്ടുകാരോട് പറഞ്ഞു, എനിക്കൊരു സൂക്കടുമില്ല, ഞാൻ മരുന്ന് കഴിക്കില്ല എന്ന് പറഞ്ഞു. പക്ഷെ ഇതിലുള്ളൊരു പ്രശ്നം എന്താച്ചുണ്ടോ, വേറെ ഏത് സൂക്കടുള്ള രോഗിക്കും തനിക്ക് സുഖക്കേടില്ല എന്ന് പറയാനുള്ള അവകാശവും സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ ഒരു മനോരോഗിയായി സംശയിക്കപ്പെടുന്നവൻ തനിക്ക് സൂക്കടില്ല എന്ന് പറഞ്ഞാൽ അതന്നെയാണ് ആദ്യം അയാൾക്ക് സൂക്കടുണ്ട് എന്റെ ലക്ഷണം. അപ്പോ വീട്ടുകാരൊന്നും സമ്മതിച്ചില്ല. എത്ര വലിയ സൈക്കാട്രിസ്റ്റ് മരുന്ന് എഴുതിയതല്ലേ, അപ്പൊ എന്തെങ്കിലും സൂക്കടുണ്ടാവുമല്ലോ. അങ്ങനെ ഇദ്ദേഹം പോരാച്ചിട്ട് അങ്ങനെ കുതിരവട്ടത്തെ സൈക്കാട്രിസ്റ്റിനെ വിട്ടിട്ട് തിരുവനന്തപുരത്തേക്ക് വന്നു. ഊളംപാറയില് ഡോക്ടർ ശാന്തകുമാർ, വലിയ ആളാ, വളരെ പ്രശസ്തനായിരുന്നു. അതെ. അങ്ങനെ മൂപ്പര് മുഖത്തേക്ക് തന്നെ നോക്കില്ല, ഒന്നും ചോദിച്ചില്ല. ഇതൊക്കെ നോക്കി, മരുന്ന് മതിയാവില്ല, കുറച്ചും കൂടി വലിയ ചികിത്സ വേണ്ടിയിരുന്നു. ഭയങ്കര ഇന്നൊക്കെ നിരോധിച്ച ചികിത്സാരീതികളാണ്. അങ്ങനെ ഭീകരമായ ഒരു അവസ്ഥയിലെത്തി. എനിക്ക് ഒടുക്കം ഇത് തുടർന്നാൽ എന്റെ ജീവിതം തന്നെ അപകടമാകുമോ എന്റെ ഒരു ഉള്ളില് ഒരു പ്രജ്ഞ മന്ത്രിച്ചിട്ട് ഞാൻ പറഞ്ഞു, ഇനി ഞാൻ മരുന്ന് കഴിക്കില്ല, ഭക്ഷണവും കഴിക്കില്ല, എനിക്ക് ഈ ചികിത്സ വേണ്ട, എനിക്കൊരു സൈക്കോളജിസ്റ്റിനെ കാണുന്നു. കാരണം അതൊക്കെ അറിയാവുന്ന ഒരു കാലമായി അപ്പോഴത്തേക്ക്. ഞാൻ പ്രീ ഡിഗ്രിക്ക് പഠിക്കില്ല. അപ്പൊ എന്താ ഒരു കാരണം ഉണ്ടാവാൻ കാര്യം എന്ന് പറഞ്ഞാല്, അന്ന് ഞാൻ വായിക്കൊക്കെ ചെയ്യും. വായിക്കുന്ന സമയത്ത് എ.ടി. കൂര് ഈ യുക്തിവാദിയൊക്കെ ആയിട്ട് ദൈവമില്ലാന്ന് ഇങ്ങനെ തെളിയിച്ച് നടക്കുന്ന ഒരു കാലഘട്ടം. അപ്പൊ ദൈവമാണ് എന്നെ ബുദ്ധിമുട്ടാക്കുന്നത്, ദൈവം ഉണ്ടോ ഇല്ല. അപ്പൊ ദൈവത്തെ തൽക്കാലം ഒന്ന് ഒഴിഞ്ഞു കിട്ടിയാൽ മതി എന്നുള്ളതായി. അപ്പൊ ഞാൻ പറഞ്ഞു, എനിക്ക് എ.ടി. കൂരിനെ കാണണം. ആദ്യം ഒരു സൈക്കോളജിസ്റ്റ് കൂടി. അച്ഛന്റെ മരുമക്കൾക്കൊന്നും ആ വാദം അത്ര ബോധ്യമായില്ല. പക്ഷെ എന്റെ ഒരു വല്യമ്മയുടെ മകളുടെ ഭർത്താവ് ഈ കുട്ടി ഇങ്ങനെ കൂരിന്റെ കാര്യം പറയണ്ടല്ലോ, എന്തെങ്കിലും വഴി നോക്കാന്ന് പറഞ്ഞ് അന്ന് മലയാള നാടിന്ന് കോവൂരിന്റെ അഡ്രസ് വാങ്ങി അദ്ദേഹത്തിന് കത്തെഴുതി. അദ്ദേഹം അന്ന് സിലോണിലാണുള്ളത്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാൻ സിലോണിലാവുകൊണ്ട് അങ്ങോട്ട് വരണമെങ്കിൽ നിങ്ങൾക്ക് വിസയൊക്കെ വേണം, ബുദ്ധിമുട്ടാണ്. ഞാൻ ഇങ്ങോട്ട് വരണമെങ്കിൽ അടുത്ത കൊല്ലം ഞാൻ വരുന്നുള്ളൂ. ഒരു കാര്യം ചെയ്യാം, ഞാൻ ഒരാളെ പറയാം, PM മാത്യു വെല്ലൂർ സൈക്കോളജിസ്റ്റ്, അദ്ദേഹത്തെ പോയി കണ്ടോളൂ. അതോടുകൂടി ഞാൻ പിന്നെ പറഞ്ഞു, ഞാൻ ഈ മരുന്ന് കഴിക്കില്ല, PM മാത്യു വെല്ലൂരിനെ കാണാതെ ഭക്ഷണവും കഴിക്കില്ല, വെള്ളവും കുടിക്കില്ല എന്ന്. അങ്ങനെ ഇടയ്ക്ക് സൈക്യാട്രി ചികിത്സക്കെതിരായിട്ട് ലോകത്തിൽ തന്നെ ആദ്യം നിരാഹാരം കടന്നിട്ടുള്ള ഒരാളായിരിക്കാം ഞാൻ. ഒടുക്കം വീട്ടുകാർ വഴങ്ങി PM മാത്യു വെല്ലൂരിനെ വന്ന് തിരുവനന്തപുരത്ത് വന്ന് കണ്ടു. അദ്ദേഹം എന്നോട് ചോദിച്ചു, എന്താണ് പ്രശ്നം? ഓപരിച്ചിട്ട് ഉണ്ണിക്ക് ഒരു സൂക്കടുമില്ല എന്ന് പറഞ്ഞു. എനിക്കത് വലിയ സമാശ്വാസമായി. കാരണം സൂക്കടില്ല എന്നൊരു സൈക്കോളജിസ്റ്റ് പറയല്ലേ. ഇത് ഈ കൗമാരകാലത്ത് ചില കുട്ടികൾക്കുണ്ടാവുന്ന, മൂപ്പരിന്നെ ഒന്നും കൂടി സുഖിപ്പിക്കാൻ പറഞ്ഞു, ബുദ്ധി കൂടിയ കുട്ടികൾക്കുണ്ടാവുന്ന ചില ആശയക്കുഴപ്പങ്ങളാണ്. ബുദ്ധി കൂടുതലാവുകൊണ്ടാണ് ഉണ്ണിക്ക് ബുദ്ധിമുട്ടുണ്ടായത്. അത് നമുക്ക് ചില കാര്യങ്ങളൊക്കെ ഒന്ന് സംസാരിച്ച് ഈ മരുന്ന് കഴിച്ചതിന്റെ ഈ കേടക്കൊന്നു പോവാൻ, ഇൻസുലിൻ തെറാപ്പിയും ഷോക്ക് ട്രീറ്റ്മെന്റ് ഒക്കെ നടത്തിയിട്ട് വല്ലാതെ തടിച്ച് വിരൂപമായിട്ടുണ്ട് ഞാൻ. അതിന് കുറച്ച് കോട്ടയ്ക്കല്ല ആര്യവശാലയിൽ നിന്ന് മരുന്നൊക്കെ കഴിക്കാം, ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ഇരുന്ന് സംസാരിച്ചിട്ട് പ്രശ്നങ്ങൾ തീർക്കാം. അപ്പൊ നമ്മൾ ദൈവത്തെ പറ്റി പറഞ്ഞു. ദൈവത്തിനെ ഒഴിവാക്കണോ? നമുക്ക് ദൈവത്തിനെ ഒഴിവാക്കാം. ഇനി കുറച്ച് കഴിഞ്ഞാൽ ഉണ്ണിക്ക് ദൈവത്തെ വേണം തോന്നിയാൽ ഞാൻ ദൈവത്തെ ഉണ്ടാക്കി തരും ചെയ്യാം. അങ്ങനെ വളരെ ലൈറ്റായിട്ട് ഒരു 2 ആഴ്ച 3 ആഴ്ച മൂപ്പരെടുത്ത് പോയപ്പോ എന്റെ എല്ലാ പ്രശ്നങ്ങളും മാറി. ആ സമയത്ത് മൂപ്പര് എനിക്ക് പുസ്തകം വായിക്കാൻ തരും, ഇംഗ്ലീഷ് പുസ്തകങ്ങൾ തന്നിട്ട് മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറയും. അതൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്ത് ഡോക്ടർ PM മാത്യു വെല്ലൂരിനെ കാണിച്ചു കൊടുക്കും. മൂപ്പര് പറഞ്ഞു, ഉണ്ണിക്ക് ലാംഗ്വേജിൽ ഭയങ്കര ഫ്ലെയർ ഉണ്ടല്ലോ, ഉണ്ണി എഴുതാൻ ശ്രമിക്കണം എന്ന് പറഞ്ഞു. ഇതായിരുന്നു എനിക്ക് ആദ്യം സാഹിത്യത്തില്, ഭാഷയില് എനിക്കൊരു പിടിയുണ്ട് എന്ന ആത്മവിശ്വാസം ഉണ്ടാക്കിയത്. അപ്പോഴേക്കിന്റെ പഠിപ്പൊക്കെ മുടങ്ങി.
പ്രീ ഡിഗ്രിയൊക്കെ മുടങ്ങി 1 കൊല്ലം നഷ്ടപ്പെട്ടു. പിന്നെ മെഡിസിന് പോവുക എന്ന് പറഞ്ഞാൽ അതൊക്കെ വീണ്ടും ആദ്യം മുതൽക്ക് തുടങ്ങണം. പിന്നെ അച്ഛൻ സർവീസിലേക്കും മരിച്ച എൻ്റെ ഒരു കമ്പാഷനേറ്റ് ഗ്രൗണ്ട് ഇതുള്ളതുകൊണ്ട് 18 വയസ്സായപ്പോൾ അപ്ലൈ ചെയ്ത് 19 വയസ്സാകുമ്പോഴേക്ക് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ഞാൻ ജോലിക്ക് കയറി. അങ്ങനെ ശാസ്ത്രജ്ഞനും ഡോക്ടറും ആവാനുള്ള മോഹം ഒക്കെ പോയിട്ട് ഇങ്ങനെ ഇതിന്റെ ഇങ്ങനെ ജോലിയിലേക്ക് കയറുകയും അപ്പോ എനിക്ക് ഈ ജീവിതത്തിന്റെ ഈ കറുത്ത മുഖം ഉണ്ട്, കുറച്ചു കാലത്തെ അനുഭവങ്ങൾ, ഇതൊക്കെ ജീവിതത്തെ പറ്റി മനുഷ്യഭാഗദൈവത്തെ പറ്റിയൊക്കെ ചിന്തിക്കാനുള്ള ഒരു മാനസികാവസ്ഥയിലെത്തുകയും ആ സമയത്ത് ഞാൻ കുറെ സാഹിത്യകൃതികൾ വായിക്കുകയും അതില് CV രാമപിള്ളയുടെ മാർത്താണ്ഡവർമ്മ വായിച്ചോടുകൂടിയാണ് സാഹിത്യത്തിന്റെ ശക്തി എന്താണ് ഞാൻ മനസ്സിലാകുന്നത്. എന്റെ പൊന്നാനി കളരിലെ എഴുത്തുകാരൊക്കെ എനിക്കിഷ്ടായിരുന്നു. പക്ഷേ സാഹിത്യകാരനാവുക എന്ന് പറഞ്ഞാൽ അത് വലിയൊരു കാര്യമാണ് എന്നും സാഹിത്യത്തിൽ കൂടെ കിട്ടുന്ന ജീവിതം സാധാരണ ജീവിതത്തെക്കാൾ വലിയ ജീവിതമാണെന്നും CVയുടെ എഴുത്താണ് എന്നെ പഠിപ്പിച്ചത്. അങ്ങനെ ഞാൻ എഴുത്തിലേക്ക് വരിക ചെയ്യുന്നു. കോളേജിൽ പിന്നെ സയൻസ് ഉപേക്ഷിച്ചു. ജോലിയുള്ളതുകൊണ്ട് മൈസൂർ യൂണിവേഴ്സിറ്റിയിൽ BA ഇംഗ്ലീഷിന് ചേർന്നു. പിന്നെ പോസ്റ്റ് ഗ്രാജുവേഷനും ചെയ്തു. ബാങ്കിലെ ജോലി എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ബാങ്ക് ജീവനക്കാരുള്ള വലിയ എഴുത്തുകാർ ധാരാളം ഉണ്ട്. സേതുവിന്റെ കാര്യം പറഞ്ഞാൽ അങ്ങനെയുള്ള ധാരാളം പേരുണ്ട്. നമുക്ക് പിന്നീട് പിൽക്കാലത്ത് എനിക്ക് തോന്നുന്നു അങ്ങയുടെയൊക്കെ പിന്നാലെ വന്ന ഒരാളായിരിക്കും നമ്മുടെ സതീഷ് ബാബു ഉണ്ടായിരുന്നു, ആശാമേനോൻ ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ട്. ലീലാകൃഷ്ണനിക്ക് ശേഷം അതെ, അവിടെ ഒരു അനുകൂല സാഹചര്യം. സത്യത്തിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ പാരമ്പര്യമുള്ള മഹത്തായിട്ടുള്ളൊരു സ്ഥാപനമാണ്, യാതൊരു സംശയമില്ല. പക്ഷെ അച്ഛനൊക്കെ ജോലി ചെയ്യുന്ന കാലത്ത് അച്ഛൻ ഇമ്പീരിയൽ ബാങ്കിലാണ് ആദ്യം ജോലി ചെയ്തിരുന്നത്. 2ാം ലോകമഹായുദ്ധ സമയത്ത് ബർമയിൽ ഓടിപ്പോന്ന കൂട്ടരിലുണ്ടായിരുന്ന ആളാണ്. പിന്നെ സ്റ്റേറ്റ് ബാങ്കിന്റെ മാനേജറായി, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ മാനേജറായി. പക്ഷെ അന്നൊക്കെ ഭയങ്കര വർക്ക് ലോഡാ. ഇപ്പൊ ആ ഒരു അവസ്ഥയിലേക്ക് വീണ്ടും ബാങ്ക് എത്തിയിട്ടുണ്ട്. അതാ എന്റെ ശത്രുക്കൾക്ക് പോലും ബാങ്കിൽ ജോലി കിട്ടരുത് അച്ഛൻ അമ്മോടൊക്കെ പറയും. ഇത് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ നിവൃത്തികേടുകൊണ്ട് എനിക്ക് ബാങ്ക് ജോലി തന്നെ സ്വീകരിക്കേണ്ടി വന്നു. അപ്പൊ അവിടെയും പിന്നെ എനിക്ക് ഇഷ്ടമില്ലാത്തൊരു ജോലിയല്ലേ ഞാൻ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി സ്വീകരിച്ചത് എന്നൊരു പ്രശ്നമുള്ളതുകൊണ്ട് ഞാൻ എഴുത്തിൽ കൂടുതൽ ശ്രദ്ധിച്ചു. അപ്പോഴത്തന്നെ എഴുതി തുടങ്ങിയിരുന്നു. അപ്പോഴേക്ക് 19 വയസ്സ് 20 വയസ്സാകുമ്പോഴേക്കല്ലേ അതിന്റെ ആദ്യത്തെ കഥ വരുന്നത്. ബാങ്കിൽ ചേർന്ന് അധികം വൈകാതെയാണ് മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ എന്റെ കഥ വരുന്നത്. അപ്പൊ കഥ എഴുതാൻ അതിന് മുമ്പേ തന്നെ ആരംഭിച്ചിരുന്നു? കുറേശ്ശെ എഴുതിയിരുന്നു. ഞാനെല്ലാം എഴുതാനുള്ള ഒരു ശ്രമം ഉണ്ടായിരുന്നു. എഴുതി അതെല്ലാം ആരെയും കാണിക്കാതെ അങ്ങനെ വെട്ടിയിൽ വെക്കുക ചെയ്യുക. പിന്നെ ഡോക്ടർ ചാത്തനാഥ് അച്ചുണ്ണീനെ ബാങ്കിൽ ജോലി ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ ഒന്നിച്ച് ട്രെയിനിൽ പോയി വരുന്നത് ഞങ്ങൾ ഒന്നിച്ചായിരുന്നു. ഒരിക്കലും വളരെ നാണത്തോടുകൂടി മൂപ്പർക്ക് ഈ കൃതികൾ 4-5 കഥകൾ കാണിച്ചു കൊടുത്തു. മൂപ്പരിനോട് പറഞ്ഞു, ഉണ്ണിക്ക് ഭാഷയിൽ നല്ല ഫ്ലയർ ഉണ്ടല്ലോ. അങ്ങനെയാണ് പിന്നെ സമസ്ത കേരള സാഹിത്യ പരിഷത്തിന്റെ മത്സരത്തിന് ഒരു കഥ അയക്കുകയും ശവസംസ്കാരം എന്ന കഥയ്ക്ക് 1ാം സമ്മാനം കിട്ടുകയും അത് തന്നെ മാതൃഭൂമിയിലേക്ക് അയച്ചിട്ട് എന്റെ ആദ്യത്തെ കഥയായിട്ട് പ്രസിദ്ധീകരിച്ചു വരികയും ചെയ്തത്. വീട്ടിലൊക്കെ സാഹിത്യം എഴുതുന്നു എന്നൊക്കെയുള്ള കാര്യം ആദ്യമേ തന്നെ വെളിപ്പെട്ടിരുന്നു? എല്ലാം ഒളിപ്പിച്ചു വെച്ചു? വീട്ടിലൊന്നും അങ്ങനെ പറഞ്ഞിരുന്നില്ല, അമ്മയോടൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ആദ്യം മാതൃഭൂമിയിൽ കഥ വന്നോടുകൂടി എന്റെ വീട്ടിന്റെ അടുത്തുള്ളവരും കൂടിയും എന്റെ ഒരു ജ്യേഷ്ഠ സഹോദരന്റെ സ്ഥാനത്തുള്ള പിന്നെ മോഹൻദാസ് ഉണ്ട്, P. മോഹൻദാസ്, അദ്ദേഹം വായിക്കൊക്കെ ചെയ്യുന്ന ആളാ. അയാൾ എന്നോട് പെട്ടെന്ന് ബാങ്കിൽ നിന്ന് ഞാൻ വരുമ്പോ ചോദിച്ചു, എടോ ഈ രാമനുണ്ണി തന്നെയാണോ? ആ രാമനുണ്ണി ചോദിച്ചു. കാരണം മാതൃഭൂമിയിൽ കഥ വന്നിട്ടില്ല, ആരാ KP രാമനുണ്ണിയാണോ ഈ രാമനുണ്ണി എന്ന് ചോദിച്ചു. അപ്പോഴാണ് അവർക്കും കൂടി അറിയുന്നത് എനിക്ക് ഇങ്ങനെ ഒരു കാര്യമുണ്ട് എന്നുള്ളത്. അങ്ങനെ ഒരു എഴുത്തിലേക്ക് എത്തിച്ചേരാൻ വേണ്ട തരത്തിൽ അനുഭവങ്ങൾ ഇപ്പൊ പറഞ്ഞ അടിസ്ഥാനത്തിൽ ധാരാളം അനുഭവങ്ങളുണ്ട്. പക്ഷെ അതിന്റെ ഒരു നമ്മുടെ ഈ ഭാഷ എല്ലാവരും ആദ്യം എഴുതി കണ്ടവരൊക്കെ ഭാഷയെക്കുറിച്ച് പറഞ്ഞു എന്ന് പറഞ്ഞില്ലേ? അതെ അതെ. അപ്പൊ ഭാഷ അങ്ങനെ ഒരു സഞ്ചിത നിധിയായിട്ട് നമുക്ക് ഭാഷ ഉണ്ടാക്കിയെടുക്കാൻ ബോധപൂർവമായ പരിശ്രമമായിരുന്നു, അതല്ല ധാരാളം വായിക്കാണോ ചെയ്തത്? സത്യം പറയുകയാണെങ്കിൽ ഞാൻ വായിച്ചിരുന്നു വെച്ചാലും ഞാൻ കുറേ വായിക്കുക, അതായത് എഴുതണം എന്ന നിലയ്ക്ക് അതിന്റെ ഒരു മുന്നൊരുക്കമായിട്ട് വായിക്കുക എന്നുള്ള പരിപാടി എനിക്കുണ്ടായിരുന്നില്ല. ഒരു ആവറേജ് വായന എനിക്കുണ്ടായിരുന്നുള്ളൂ. പിന്നെ എന്ത് ഭാഷ കൊണ്ട് എഴുതണം, എങ്ങനെ എഴുതണം, സാഹിത്യ സംബന്ധിയായിട്ടുള്ള ഒരു ബോധറേഷനും എനിക്കുണ്ടായിരുന്നില്ല. എനിക്ക് ഈ ജീവിതമാണ്, ഞാൻ അന്ന് അനുഭവിച്ച കറുത്ത കാലഘട്ടം. അന്ന് പലവരെയും മുഖംമൂടികൾ അഴിഞ്ഞു വീണ് ശരിയായ മുഖം ഞാൻ കണ്ടതിന്റെ
തീവ്രമായിട്ടുള്ള വേദനകൾ, ഇതെല്ലാം ആവിഷ്കരിക്കുകയാണ്. അതിന് ഭാഷയൊന്നും പ്രശ്നമല്ല. എനിക്ക് ഈ വികാരം ആവിഷ്കരിക്കാൻ എനിക്ക് സ്വയം ഒരു ഭാഷ രൂപപ്പെടുകയായിരുന്നു. അങ്ങനെയാണ് എഴുത്ത് വേണ്ടതെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഞാൻ പറയാറുള്ളത്, ഒരു പെൺകുട്ടീനെയായിട്ട് പ്രണയിക്കുന്ന സമയത്ത് എങ്ങനെയാണ് പ്രണയിക്കേണ്ടത് എന്നതിനെ പറ്റി ഒരു പുസ്തകം വായിച്ചു പോയിട്ട് പ്രണയിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ ആകെ അപകടമാവും. അത് സ്വാഭാവികമായിട്ട് ഉണ്ടാവേണ്ട. അതുപോലെ നമുക്ക് ഉള്ളിൽ ആവിഷ്കരിക്കാൻ വേണ്ടി വിങ്ങുന്ന കാര്യങ്ങളെ നമ്മൾ ആവിഷ്കരിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ തന്നൊരു ഭാഷ ഉടലെടുത്ത് വരികയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് സാധാരണ ഭാഷയുടെ നിയമങ്ങൾ, വ്യാകരണം, ഇതൊന്നും ഞാൻ അങ്ങനെ ശ്രദ്ധിക്കാറില്ല എഴുതുന്ന സമയത്ത്. അതുകൊണ്ടാണ് എന്ന് തോന്നുന്നു എൻ്റെ എഴുത്തേനെ വ്യത്യസ്തമായിട്ട് ആൾക്കാർ കണ്ടത്. പൊന്നാനിയിൽ തന്നെയുള്ള പ്രശസ്തരായിട്ടുള്ള എഴുത്തുകാർ, അതിനു മുമ്പേ വന്നവർ, അവരെയൊക്കെ വായിച്ചിരുന്നു ആ കാലത്ത്? ഇപ്പൊ ഉറൂബിനെ വായിക്കുക? അവരൊക്കെ ഞാൻ വായിച്ചിരുന്നു. അതായത് പിന്നെ ഞാൻ ഈ കഥയ്ക്ക് എഴുതുന്ന സമയത്ത് തന്നെ മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ വരുന്ന മറ്റു കഥകൾ വായിക്കും. പിന്നെ ഉറൂബിനെ, സി രാധാകൃഷ്ണൻ, എം ടിനെ ഒക്കെ ഞാൻ വായിക്കാറുണ്ട്. അതൊക്കെ വായിച്ചറിയാൻ വേണ്ടി. പക്ഷെ ഈ വായിക്കുന്നതും എഴുതുന്നതും തമ്മിൽ ഞാൻ ഒരിക്കലും ബന്ധപ്പെടുത്തിയിട്ടില്ല. കാരണം ഈ വായിക്കുന്നത് എഴുതാൻ വേണ്ടിയിട്ടുള്ള ഒരു റോ മെറ്റീരിയൽ ഉണ്ടാക്കുകയാണെന്നുള്ള ഒരു സാധനം തന്നെ ഞാൻ മനസ്സിലേക്ക് കടത്തില്ല. അതുകൊണ്ട് എന്റെ ഭാഷ ഇപ്പോൾ എം ടിയിൽ നിന്നും ഉറൂബിൽ നിന്നൊക്കെ വ്യത്യസ്തമാണത്. പൊന്നാനി കളരിയുടെ ഒരു ജീവിത വീക്ഷണപരമായിട്ടുള്ള സമീപനം ഞാൻ പറഞ്ഞ മാതിരി ഉണ്ട്. അതായത് ജീവിതോന്മുഖമായിട്ടുള്ള കാര്യം പറയാനുള്ള എഴുത്തുണ്ടെങ്കിലും ഭാഷാപരമായിട്ട് യാതൊരു സാമ്യവും പൊന്നാനി കളരിയിലുള്ള ഫിക്ഷൻ റൈറ്റേഴ്സുമായിട്ട് എനിക്കില്ല തന്നെ. ഉണ്ടെങ്കിൽ ആ ഭാഷയുടെ ചില വാചകത്തിന്റെ വലുപ്പങ്ങളും നീളങ്ങളും ഒക്കെ ആണെങ്കിൽ ഇങ്ങ് കിടക്കുന്ന സി വിനെയായിട്ടാ ചിലവർ പറഞ്ഞിട്ടുള്ളത്. സി വി എവിടെയോ രാമനുണ്ണിയിൽ ഇങ്ങനെ ഒളിച്ചിരിക്കുന്ന മാതിരി തോന്നുന്നുണ്ട്. എത്രത്തോളം ശരിയാന്നറിയില്ല. ഇതിലും വലിയൊരു പുരസ്കാരം എനിക്ക് കിട്ടാനില്ല. ഗദ്യത്തിലെ എഴുത്തച്ഛനാണ് സി വി. എനിക്ക് അത്രയ്ക്ക് ബഹുമാനമുള്ള ഒരു എഴുത്തുകാരനാണ്. അപ്പൊ അങ്ങനെ ഈ കഥകൾ പിന്നെ നിരന്തരം എഴുതി തുടങ്ങിയോ? എങ്ങനെയാ പിന്നെ ഉണ്ടായത്? പിന്നെ കഥകൾ ഞാൻ കൂടുതൽ എഴുതി. ആദ്യത്തെ സമാഹാരം വിധാതാവിന്റെ ചിരി എന്ന് പറഞ്ഞിട്ടുള്ള, ഞാൻ 20 വയസ്സിന് കഥകളൊക്കെ പ്രസിദ്ധീകരിച്ചു വെച്ചാലും പിന്നെ ഒരു 29-30 വയസ്സടുത്താവുമ്പോഴാണ് ആദ്യ പുസ്തകം വരുന്നത്. പിന്നെ വേഗം വന്നു വിധാതാവിന്റെ ചിരി. അത് NBS ആണ് പ്രസിദ്ധീകരിച്ചത്. MT ആണ് റിലീസ് ചെയ്തത്. ഏറ്റുവാങ്ങിയത് PM മാത്യു വെല്ലൂരാ. അദ്ദേഹം കോഴിക്കോട് വന്നിട്ടില്ല. അന്ന് MT റിലീസ് ചെയ്യാന്നുള്ളതാണല്ലോ എല്ലാവരും മോഹിപ്പിക്കുന്ന കാര്യം. അപ്പൊ MTയോട് ഞാൻ പറഞ്ഞു, എനിക്ക് ഇതൊന്ന് MT കൊണ്ട് റിലീസ് ചെയ്യിക്കണം എന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ മൂപ്പര് ഇങ്ങനെ തല കുലുക്കി. പൊന്നാനിക്കാരനായിട്ടുള്ള ആർട്ടിസ്റ്റ് നമ്പൂരിയാണ് കവർ വരച്ച് തന്നിരിക്കുന്നത്. അപ്പൊ MTക്ക് പല കാര്യത്തിലും ഇഷ്ടാനിഷ്ടങ്ങളൊക്കെ ഉള്ള. ഞാൻ ഒരു കാര്യം മൂപ്പരോട് പറഞ്ഞു, ഇത് ഏറ്റുവാങ്ങുന്നത് ഡോക്ടർ PM മാത്യു വെല്ലൂരാകണം എന്നെനിക്ക് ആഗ്രഹമുണ്ട്. സാറിന് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ വെച്ചു. എന്താ PM മാത്യു വെല്ലൂര് ചോദിച്ചു എന്നോട്. അപ്പൊ ഞാൻ ചുരുക്കിയിട്ട് ഈ കഥ പറഞ്ഞു കൊടുത്തു. എന്നെ രക്ഷിച്ച ആളാണ് എൻ്റെ ജീവിതം. അപ്പൊ MTയുടെ കണ്ണില് ഒരു ദീപം തെളിഞ്ഞു. ആ ദീപമാണ് MTക്ക് എന്നോട് ഇത്രയധികം പിന്നുള്ള കാലത്ത് അടുപ്പവും സ്നേഹവും ഉണ്ടാകാൻ കാരണം. മൂപ്പര് ആ ഒരൊറ്റ കാര്യത്തിന് മൂപ്പരെന്നെ വിലയിരുത്തി. കാരണം ഇയാള് സൈക്കോളജിസ്റ്റിന്റെ പിന്നെ പേഷ്യന്റായിട്ട് ജീവിച്ചു, അല്ലെങ്കിൽ സൈക്കാട്രിസ്റ്റിന്റെ പേഷ്യന്റ് ആയിരുന്നു എന്ന് പറയുന്നത് ഒരു മോശത്തരായിട്ട് കാണുമ്പോൾ അത് തുറന്നു പറയാനും അത് വേദിയിൽ എസ്റ്റാബ്ലിഷ് ചെയ്യാനുമുള്ള ആത്മാർത്ഥത ഞാൻ കാണിച്ചു എന്നതായിരിക്കാം മൂപ്പർക്ക് എന്നോട് എപ്പോഴും ഒരു സോഫ്റ്റ് കോർണർ ഉണ്ടാവാനുള്ള കാരണം. എഴുതാൻ നിരന്തരമായിട്ട് പ്രേരിപ്പിച്ചുകൊണ്ടിരുന്നത് എന്താണെന്ന് പറയാൻ ബുദ്ധിമുട്ടായിരിക്കും. എന്നാൽ എഴുതാൻ നിരന്തരമായിട്ട് പ്രേരിപ്പിച്ചിരുന്നത് എന്താണ്? കാരണം അങ്ങനെ സാഹിത്യ സംബന്ധിയായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് അങ്ങനെയൊന്നും പറയാനില്ല. നമ്മൾ ഈ പറയുന്ന ചില മാനസികമായ ചില സംഘട്ടനങ്ങൾ നേരിട്ടിരുന്നു, അതെഴുതി. അത് കഴിഞ്ഞിട്ട് വായനക്കാരിൽ നിന്ന് കിട്ടിയ പ്രോത്സാഹനം കൊണ്ടാണോ, അകമേ നിന്നുള്ള സമ്മർദ്ദം കൊണ്ടാണോ പിന്നെ തുടർന്ന് എഴുതാനിടയായത്? സത്യത്തിലൊരു കൃതി പബ്ലിഷ് ചെയ്തു വരുമ്പോൾ അത് ഇഷ്ടപ്പെട്ടു, അത് എന്നെ സ്പർശിച്ചു എന്നൊരു വായനക്കാരൻ പറയുന്ന സമയത്ത് അതുണ്ടാക്കുന്ന ഉത്തേജനം വളരെയാണ്. അപ്പോൾ വീണ്ടും എഴുതാനുള്ള വലിയൊരു പ്രചോദനമാണ് അതുണ്ടാക്കുക. അത് ഞാൻ ശരിക്കും അനുഭവിച്ചു. എൻ്റെ ആദ്യത്തെ കഥകളൊക്കെ വന്നപ്പോൾ
അത് വളരെ ഇഷ്ടപ്പെട്ടിട്ടുള്ള പ്രതികരണങ്ങൾ പല ഭാഗത്തുനിന്നും ഉണ്ടായി എന്നുള്ളത് എൻ്റെ ഒരു സൗഭാഗ്യമാണ്. അതിനെ നിരുത്സാഹപ്പെടുത്തുന്നതല്ല ഒന്നും തന്നെ പ്രതികരണങ്ങളായിട്ടുണ്ടായിട്ടുള്ളത്. അതൊരു ഭാഗത്തുണ്ട്. പിന്നെ ഈ കറുത്ത കാലഘട്ടത്തിൽ കൂടെ ഞാൻ പോയല്ലോ, ജീവിതമോ മരണമോ എന്ന് തുലാസിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആടി നിൽക്കുന്ന ആ കാലഘട്ടത്തിൽ കൂടെ പോയോടുകൂടി എനിക്ക് പലപ്പോഴും ജീവിതത്തിന്റെ ഉള്ളിലേക്ക് കടന്ന് മനുഷ്യന്റെ വിധിയെപ്പറ്റി, ഭാഗധേയത്തെപ്പറ്റി, ജീവിതത്തെപ്പറ്റി ഇതൊക്കെ ചിന്തിക്കാനുള്ള ഒരു പ്രവണത എന്നിൽ കൂടി എന്നുള്ള ഈ രോഗാതുരമായിട്ടുള്ള കാലം എന്നെ കൂടുതൽ ഒരു ആഴമുള്ള വ്യക്തിയാക്കി മാറ്റിയെന്ന് പറയും. അതുകൊണ്ട് തന്നെ എഴുതാൻ വേണ്ടിയിട്ട് മനസ്സിൽ എന്തെങ്കിലും ക്ഷോഭമുണ്ടാകുന്ന സമയത്ത്, മനസ്സിനെ സ്പർശിക്കുന്ന ഒരു സംഭവം ഉണ്ടാകുന്നത്, അത് സ്വന്തം അനുഭവത്തിനാണെങ്കിലും ശരി, സഹജീവികളുടെ അനുഭവത്തിനാണെങ്കിലും, അത് എൻ്റെ മനസ്സിലൊരു ക്ഷോഭമുണ്ടാക്കി കഴിഞ്ഞാൽ അത് ആവിഷ്കരിക്കണം എന്നുള്ള വലിയൊരു വാഞ്ച എന്നിൽ വളർന്നു. ഇപ്പൊ ഞാൻ പറയാറുണ്ട്, എൻ്റെ ഓരോ കഥകളുടെ പിറകിലും ഓരോ മാനസികമായ ക്ഷോഭങ്ങളുണ്ടാകും. ഒരു നോവലിന്റെ പിറകിലാണെങ്കിൽ പെട്ടെന്നുള്ളൊരു ക്ഷോഭം മാത്രമല്ല, ഒരു ജീവിത ദർശനപരമായിട്ടുള്ള ഒരു ക്ഷോഭം ഉണ്ടാകും. ആവിഷ്കരിക്കണം എന്ന ഒരു ജീവിത ദർശനം നമ്മളുടെ മുന്നിൽ ഇങ്ങനെ അടങ്ങാതെ കടന്നു കളിക്കുമ്പോഴാണ് അത് നോവലായിട്ട് മാറുന്നത്. എന്നാൽ പെട്ടെന്നുണ്ടാകുന്ന ഒരു മുഹൂർത്തത്തിന്റെ ഒരു സംഭവം നമ്മുടെ മനസ്സിലേൽപ്പിച്ച ആഘാതം, ക്ഷോഭമായിരിക്കും കഥകൾക്ക് കാരണമാകുന്നത്. ഇതാണ് എന്നെ എഴുതാൻ പ്രേരിപ്പിക്കുന്ന എൻ്റെ ഒരു ഊർജം അല്ലെങ്കിൽ ഒരു ബലതന്ത്രം അതാണെന്ന് പറയാം. ഈ ഇടവേള എങ്ങനെയായിരുന്നു? ഒരു കഥ എഴുതി ആദ്യമാകുമ്പോൾ കുറച്ചൊരു ഉത്സാഹം കൂടുതൽ കാണുമല്ലോ. നമ്മുടെ കഥ എഴുതി അച്ചടിച്ചു വരുന്നു, അത് ആളുകൾ കാണുന്നു. പ്രത്യേകിച്ച് മാതൃഭൂമി പോലുള്ള പ്രസിദ്ധീകരണങ്ങളിൽ ആദ്യം തന്നെ വരുന്നു. അപ്പോൾ അതിനെ അനുമോദിക്കപ്പെടുന്നു. അപ്പോൾ നമുക്ക് പിന്നെയും പിന്നെ എഴുതാൻ പ്രേരണ ഉണ്ടാവാൻ സാധ്യതയുണ്ടല്ലോ. എങ്ങനെയാണ് ഒരു എഴുത്തിന്റെ ഇടവേള ആദ്യകാലങ്ങളിലൊക്കെ സംഭവിച്ചുകൊണ്ടിരുന്നത്? കഥകള് പിന്നെ ഇടയ്ക്കിടയ്ക്ക് തന്നെ എഴുതിയിരുന്നു ഞാൻ ധാരാളം. എന്നാലും അങ്ങനെ അടുപ്പിച്ച് വല്ലാതെ എഴുതുന്ന ഒരു സ്വഭാവമില്ല. ഓരോ മാസങ്ങൾക്കിടയിൽ ആണ് ഒരു വിടവുണ്ടാവുക. പിന്നെ അത് നമുക്ക് പറയാൻ പറ്റില്ല. ഇടയ്ക്ക് 2-3 കഥകൾ അടുപ്പിച്ചങ്ങ് എഴുതിയെന്ന് വരും. അതൊന്നും ഒരു യൂണിഫോമിറ്റി ഇതിന്റെ അകത്തൊന്നുമില്ല. കാരണം ഞാൻ അങ്ങനെ ഒരു ഇറങ്ങി പുറപ്പെട്ടിട്ട് എഴുത്തുകാരനായിട്ടുള്ള ഒരാളല്ല. ഒരു ആക്സിഡന്റിൽ വന്ന് പെട്ട മാതിരിയുള്ള ഒരവസ്ഥയാണ് എനിക്ക് ഉണ്ടായിട്ടുള്ളത്. പിന്നെ നോവലുകളാണെങ്കിൽ എന്റെയൊക്കെ ഒരു നോവൽ വന്ന് കുറെ കാലം കഴിഞ്ഞിട്ടാണ് അടുത്ത നോവൽ വരുന്നത്. സൂഫി പറഞ്ഞ കഥ കഴിഞ്ഞിട്ട് വളരെ വൈകിയില്ല, ചരമവാർഷികം വന്നു. പക്ഷെ ചരമവാർഷികം കഴിഞ്ഞിട്ട് കുറെ വർഷം കഴിഞ്ഞിട്ടാണ് ജീവിതത്തിന്റെ പുസ്തകം വന്നത്. അത് കഴിഞ്ഞിട്ട് കുറെ കഴിഞ്ഞിട്ടാണ് ദൈവത്തിന്റെ പുസ്തകം വന്നത്. 4 കഴിഞ്ഞപ്പോ 5-മത്തെ എത്രയോ വർഷമായി ദൈവത്തിന്റെ പുസ്തകം ഇറങ്ങിയിട്ട്, എന്നിട്ടും ഇപ്പോ 5-മത്തെ നോവല് ഇറങ്ങിക്കഴിഞ്ഞിട്ടില്ല. നമ്മൾ സാധാരണഗതിയിൽ പറയുമല്ലോ, നോവലിന്റെ ക്യാൻവാസ് വളരെ വലുതാണ്, നമ്മൾ സ്ഥിരം പറയുന്ന വാചകം. അതെ അതെ. അപ്പോൾ അങ്ങനെയാണോ നോവൽ എഴുതാൻ നമുക്ക് സൗകര്യം ഉണ്ടാവുക? ഒരു ചെറുകഥ എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരാൾക്ക് അങ്ങനെ എനിക്ക് കുറച്ചുകൂടി വലിയൊരു കഥ പറയണം എന്ന് തോന്നുന്നത് കൊണ്ടാണോ, അതല്ല കുറച്ചുകൂടി വലിയൊരു ജീവിതം പറയണമെന്നുള്ളത് കൊണ്ടാണോ നമ്മൾ പറയാൻ ശ്രമിക്കാതെ? എനിക്ക് അത് സൂഫി പറഞ്ഞ കഥയിലൊക്കെ എനിക്ക് പൊന്നാനിയെ അടിസ്ഥാനമാക്കിയിട്ട് ഒരു സാംസ്കാരികമായിട്ടുള്ളൊരു സത്യം പറയണം എന്നതിന്റെ പേരിലാണ് ഞാൻ സൂഫി പറഞ്ഞ കഥ എഴുതിയത്. ഈ സത്യം പറയാൻ വേണ്ടിയിട്ട് അതിന് ദൈക്ഷണികമായിട്ടുള്ളൊരു തലമല്ല, അതിന് വൈകാരികമായിട്ടുള്ള ഒരു തലവും കൂടി ഉണ്ട്. അപ്പോ സൂഫി പറഞ്ഞ കഥയിൽ എന്താ ആത്യന്തികമായിട്ട് പറയുന്നത്? കേരളത്തിലെ ആണെങ്കിലും ഇന്ത്യയിലാണെങ്കിലും വ്യത്യസ്ത മതങ്ങളിൽ പെടുന്നവർ എല്ലാം തന്നെ ഒരു സംസ്കാരത്തെയാണ് പിൻപറ്റുന്നത്. അപ്പൊ സൂഫി പറഞ്ഞ കഥയില് സത്യത്തിൽ പിന്നെ ഹിന്ദു മുസ്ലിം സമുദായങ്ങൾ തമ്മിലുള്ള സാംസ്കാരികമായിട്ടുള്ള യോജിപ്പ്, അവർ തമ്മിലുള്ള മതപരമായിട്ടുള്ള കാഴ്ചപ്പാടുകളിൽ കൂടെയുള്ള യോജിപ്പ്, അതായത് സമാനതകൾക്ക് ഊന്നൽ കൊടുക്കുകയാണ്. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും വഴി പിരിഞ്ഞാലും ഇപ്പോഴും പൊതുവായി പലതും പങ്കുവെക്കുന്നുണ്ട്. അതൊരു ചരിത്ര സത്യമാണ്. ഇത് ദക്ഷിണാപരമായിട്ടുള്ളൊരു എക്സസൈസ് മാത്രമായിരുന്നില്ല. കാരണം പൊന്നാനിയില് എന്റെ അടുത്ത സുഹൃത്ത് അബ്ദുൽ ഖയ്യൂം എന്ന് പറഞ്ഞിട്ടുള്ളൊരു മുസ്ലിം സമുദായത്തിൽപ്പെട്ടിട്ടുള്ള ചെറുപ്പക്കാരനായിരുന്നു പഠിക്കുന്ന കാലം മുതൽക്ക്. അപ്പം ഖയ്യൂമും ഞാനും വേർപിരിയാൻ പറ്റാത്ത വിധം ഒന്നാണ് എന്ന് എന്റെ നോവലിൽ കൂടെയും തെളിയിക്കേണ്ടതിന്റെ ഒരു ഉത്തരവാദിത്തമാണ്. അതായത് ഒരു സ്നേഹത്തിന്റെ, നമുക്ക്, നമ്മൾ സ്നേഹിക്കുന്ന ആൾക്കാർ വേറെ ഒന്നാണ് നമുക്ക് പറയാൻ ഇഷ്ടമുണ്ടാവില്ലല്ലോ.
പിന്നെ സൂഫി പറഞ്ഞ കഥയിൽ കാർത്തി എന്ന കഥാപാത്രം സ്ത്രീശക്തിയുടെ ഏറ്റവും വലിയ ഒരു ഉജ്ജ്വല മാതൃകയായിട്ട് വരാൻ കാരണം ഞാനൊരു മദർ ഫിക്സേഷൻ ഉള്ള ചൈൽഡാണ്. കാരണം അമ്മയാണ് എന്നെ വളർത്തിക്കൊണ്ടുവന്നത്. അപ്പൊ അമ്മയാണ് എൻ്റെ എല്ലാ ആശ്രയവും. ഈ അമ്മ എനിക്ക് അന്നിങ്ങനെ മാനസികമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്ന സമയത്ത് ഇങ്ങനെ പൂജാമുറിയുടെ മുന്നിൽ നിന്ന് പൊട്ടിക്കരയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോ അമ്മ ഇങ്ങനെ ദുർബലയായി പോകുന്ന എനിക്ക് സങ്കല്പിക്കാൻ വയ്യ. അതുവരെ അമ്മയുടെ അങ്ങനെയുള്ളൊരു ചിത്രം എനിക്ക് ഉണ്ടായിരുന്നില്ല. കാരണം അമ്മ എപ്പോഴും എൻ്റെ മുന്നിൽ അതിശക്തയായിട്ടാണ് നിന്നിരുന്നത്. പക്ഷെ ഇങ്ങനെ ആകളുള്ളൊരു മോന് ഇങ്ങനെ ഒരു അവസ്ഥ വന്നല്ലോ വെച്ചിട്ടുള്ള ആ സങ്കടം കണ്ട സമയത്ത് എനിക്കത് അംഗീകരിക്കാൻ പറ്റില്ല. അപ്പോൾ സ്ത്രീനെ ഏറ്റവും ശക്തയായിട്ട്, പിന്നെ ദൈവതുല്യം ശക്തയായിട്ടുള്ള ഒരു കഥാപാത്രമായിട്ട് സൃഷ്ടിക്കുക എന്ന് കൂടി ലക്ഷ്യമായി എന്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു വികാരത്തിന്റെ പ്രശ്നം കൂടിയായിരുന്നു. അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താന്ന് പറഞ്ഞാൽ, ഒരു ചെറിയ ജീവിതം കഥകളിൽ കൂടെ ചിത്രീകരിക്കുമ്പോൾ ഒരു വലിയ ജീവിതം ചിത്രീകരിക്കാൻ നോവൽ കൊണ്ടുവരാ എന്ന ആ ഒരു സമീപനം അല്ല, അത് ശരിയല്ല എന്നാണ് ഞാൻ. കാരണം ഞാൻ നോവൽ എഴുതിയത് എന്റെ ഒരു ജീവിത വീക്ഷണം ചിത്രീകരിക്കാൻ വേണ്ടിയായിരുന്നു. അത് പിന്നെയാണ് എനിക്ക് മനസ്സിലായത്. പിന്നെ മിലൻ കുന്ദേരയുടെ നോവലിനെ പറ്റിയിട്ടുള്ള വീക്ഷണങ്ങളാണ് എനിക്കിതിൽ തെളിമയുണ്ടാക്കി തന്നത്. കുന്ദേര പറയുന്നത്, ഒരു നോവലിൽ നിങ്ങൾ എത്ര കാലം ചിത്രീകരിച്ചിട്ടും സ്ഥലം ചിത്രീകരിച്ചിട്ടും നോവലിൽ എന്തും കുത്തി നിറയ്ക്കാൻ പറ്റുന്ന കിറച്ചാണെന്നാണല്ലോ പറയാം. എന്തും കുത്തി നിറയ്ക്കാം, പക്ഷെ ഇതുകൊണ്ടൊന്നും നോവലുണ്ടാവില്ല. ഒരു നോവലിന് അതിന് മാത്രം പ്രക്ഷേപിക്കാൻ കഴിയുന്ന ഒരു ജീവിത വീക്ഷണം വേണമെന്നുള്ളതാണ്. അതെനിക്ക് കുന്ദേരയിൽ നിന്നോടുകൂടി തെളിഞ്ഞു കിട്ടി. പിന്നെ ചരമവാർഷികാവുന്ന സമയത്ത് എങ്ങനെയാണ് ഒരു ടെക്നോക്രാറ്റിക് സൊസൈറ്റി ഒരു മനുഷ്യനെ മൃതതുല്യനാക്കുന്നത്, വേരറ്റവനാക്കുന്നത് എന്ന ഒരു ജീവിത വീക്ഷണമാണ് അതിൽ കൂടെ വരുന്നത്. ജീവിതത്തിന്റെ പുസ്തകത്തിലാണെങ്കിൽ ഇങ്ങനെ ഉള്ള ഒരു ടെക്നോക്രാറ്റിക് സൊസൈറ്റിയിൽ നിന്നുള്ള ആധുനിക സംസ്കൃതിയിൽ നമുക്ക് രക്ഷ നേടാൻ പറ്റാത്ത അവസ്ഥ വന്നു കഴിഞ്ഞു. അതുകൊണ്ട് അതിനെ മറന്നിട്ടെങ്കിലും അതിനെ തിരസ്കരിച്ചിട്ടൊരു ബദൽ ജീവിതം ഉണ്ടാക്കുക. ജീവിതത്തിന്റെ പുസ്തകത്തിൽ അങ്ങനെയാ. അല്ല, ജീവിതത്തിന്റെ പുസ്തകമാണല്ലോ കൂടുതൽ. എനിക്ക് തോന്നുന്നു ഈ സൂഫി പറഞ്ഞ കഥ വളരെ പോപ്പുലർ ആയിരുന്നു. അതെ, ഒരുപക്ഷെ ജീവിതത്തിന്റെ പുസ്തകം വളരെയധികം ചർച്ച ചെയ്യപ്പെട്ട പുസ്തകം. അതെ, അതിനെപ്പറ്റി ഒരു പുസ്തകം തന്നെ പഠനം വന്നിട്ടുണ്ട്, ഭാവിയുടെ പുസ്തകം. മറവിയാണ് അതില് വിമോചക സ്ഥാനത്ത് ട്രെയിനിൽ നിന്ന് വീണിട്ട് ആംനീഷ്യ വന്നിട്ട് മറക്കുകയാണ്. അപ്പോ നിങ്ങൾ ഈ ആധുനിക സംസ്കൃതിയെ മറന്നു കളഞ്ഞിട്ടെങ്കിലും വേറെ ഒരു പുതിയ ജീവിതം. മറവിക്ക് ശേഷം വരുന്ന ജീവിതത്തിൽ അയാൾ ആമഗ്നനായി പോവുകയാണ്. അതെ അതെ, അയാൾക്ക് ശരിക്കും പഴയത് ഓർമ്മയില്ലാന്ന് മാത്രമല്ല, അയാൾ ഇതിൽ ആഹ്ലാദത്തോടുകൂടി ആണ്ട് മുഴുകുന്നുണ്ട് അയാൾ. ഇപ്പോഴാണ് അയാൾക്ക് മനസ്സിലാവുന്നത് എന്താണ് ശരിയായ ജീവിതം എന്ന്. മറ്റത് വെറും ഒരു യാന്ത്രികമായ ജീവിച്ചിരിക്കൽ മാത്രമായിരുന്നു എന്ന്. രചനയിലും വളരെ സവിശേഷതയുള്ള ഒരു കൃതിയാണത്. വയലാർ അവാർഡ് അതിനാണ്. അതെ 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 അതെ. കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് അത് ദൈവത്തിന്റെ പുസ്തകം. അതിലും ഇങ്ങനെ ഭാഷ മാറുന്നുണ്ട്. അതിന് 5 ഭാഗമായിട്ടാണ്. പിന്നെ അറ്റ്ലാന്റിക് 7, തമോഗർത്തം, കൃഷ്ണഭാഗം, നബിഭാഗം, നീലയും ചന്ദ്രക്കലയും, ഇങ്ങനെ 5 ഭാഗമായിട്ടാണ്. ഇതിൽ ഓരോ ഭാഗത്തിനും അതിൻ്റെതായ ഭാഷ മാറുന്നുണ്ട്. അറ്റ്ലാന്റിക് 7 നാസയില് റോക്കറ്റ് വിടുന്ന, സാറ്റലൈറ്റ് വിടുന്നതാണ് ചിത്രീകരിക്കുന്നത്. അപ്പൊ അങ്ങനെ സയന്റിഫിക് ആയിട്ടുള്ള, എനിക്ക് സയൻസിനോടുള്ള പ്രണയം പിന്നെ ഈ സാഹിത്യത്തിൽ വന്നിട്ടും പോയിട്ടില്ല. അപ്പൊ എന്റെ പല കൃതികളും ശാസ്ത്രം കടന്നു വരുന്നുണ്ട്. പിന്നെ വേറൊന്ന്, ബാങ്ക് വിടുന്നു. ഏത് പ്രായത്തിലൊക്കെ ആയിരിക്കും ബാങ്ക് വിട്ടിട്ടുണ്ടാവും? ഒരു 41-42 വയസ്സിൽ വിട്ടു. 60 വയസ്സ് വരെ ഇരിക്കും. അതെ അതെ അതെ. ഒരു 20 വർഷമൊക്കെ നേരത്തെ വിട്ടു ബാങ്ക് വിട്ടു കഴിഞ്ഞിട്ട് ഈ നമ്മുടെ തുഞ്ചൻ സ്മാരകത്തിന്റെ അതിന്റെ ചുമതലക്കാരനായിട്ട് ദീർഘകാലം പ്രവർത്തിച്ചു. ഉണ്ടായിരുന്നു. അതിന്റെ ഇടയിൽ ഞാൻ പിന്നെ കഷ്ടി ഒരു വർഷം മാധ്യമം ആഴ്ചപ്പതിപ്പ് പുറത്തിറങ്ങുമ്പോൾ അതിന്റെ മാഗസിൻ എഡിറ്ററായിട്ടുണ്ട്, പത്രാധിപരായിരുന്നു. അതിനുശേഷമാണ് MTയുടെ അടുത്തുമായി പിന്നെ തുഞ്ചൻ സ്മാരകത്തിന്റെ അഡ്മിനിസ്ട്രേറ്റർ ആയത്. അതൊരു വലിയ അനുഭവകാലമല്ലേ? എന്റെ സാഹിത്യ ജീവിതത്തെ വളരെയധികം സഹായിച്ചിട്ടുള്ള ഒരു കാലഘട്ടം കൂടിയായിരുന്നു. കാരണം ഇന്ത്യ ഒട്ടുക്കുള്ള എഴുത്തുകാരെയായിട്ട് ബന്ധപ്പെടാനും പിന്നെ അവരുടെ സാഹിത്യകൃതികളിലേക്കൊക്കെ കുറേശ്ശെ കടക്കാനും MTയുടെ
കൂടെ പ്രവർത്തിക്കുക എന്ന വലിയൊരു അനുഭവം എനിക്കുണ്ട്. അത് കുറച്ചുകൂടെ ഒന്ന് വിശദമായിട്ട് പറഞ്ഞാലോ, അതിന്റെ ആ കാലത്തുണ്ടായിരുന്ന നമ്മുടെ മലയാള സാഹിത്യത്തിന് ചെയ്യാൻ കഴിഞ്ഞ കുറെ സംഭാവനകളുണ്ടല്ലോ. നമ്മുടെ മൊത്തം സാഹിത്യബോധത്തെ നവീകരിക്കുന്നതിലൊക്കെ തിരൂർ തുഞ്ചൻ സ്മാരകത്തിന് വലിയൊരു പങ്കുണ്ട്. ഉണ്ട്. മാത്രമല്ല അവിടെ എഴുത്തുകാർക്ക് വന്ന് താമസിക്കാൻ പറ്റുന്ന വിധത്തിലുള്ള സംവിധാനങ്ങൾ, ഇതര ഭാഷകളിൽ നിന്ന് ധാരാളം എഴുത്തുകാർ, അവരെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള പരിപാടികൾ, അതൊക്കെ ഒരുപക്ഷെ അങ്ങയുടെയും കൂടെ ഒരു പങ്കാളിത്തത്തോടു കൂടി നടന്നിട്ടുള്ള കാര്യങ്ങളാണ്. അതെ, MT അവിടെ വന്ന് എന്റെ ചെയർമാനായിട്ട് ഉത്തരവാദിത്തമേറ്റ് കുറച്ചു വർഷം കഴിഞ്ഞിട്ടാണ് ഞാൻ അവിടെ ഒന്ന് ചേരുന്നത്. ഞാൻ ബാങ്കിൽ നിന്ന് വളരെ റിട്ടയർമെന്റ് ചെയ്യുമ്പോൾ തന്നെ MTയോട് പറഞ്ഞിരുന്നു, ഞാൻ ഇങ്ങനെ ഇവിടെ നിൽക്കാൻ പറ്റും തോന്നുന്നില്ല, കാരണം ബാങ്കിൽ നിൽക്കുകയാണെങ്കിൽ എനിക്ക് എന്നെ എഴുത്ത് പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കേണ്ടി വരും. മൂപ്പര് ആദ്യം ചോദിച്ചത് ജീവിച്ചു പോവാനുള്ള വഴി ഉണ്ടാവില്ലേ ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ഒരു ചെറിയ പെൻഷൻ കിട്ടും, മറ്റു ചില ഇതൊക്കെ കൂടി ഞാൻ ഒന്ന് ആലോചിച്ച് വെച്ചിട്ടുണ്ട്. പറഞ്ഞു അത് കണ്ടെത്തണം, കാരണം എഴുത്തിൽ നിന്ന് പൈസ കിട്ടിയിട്ട് ഊണ് കഴിക്കണം എന്നുള്ള ഒരു അവസ്ഥ ഉണ്ടാവരുത്. അങ്ങനെയാണെങ്കിൽ അതിനുവേണ്ടി കോളം എഴുത്തുമൊക്കെ തുടങ്ങിയിട്ട് അങ്ങനെ ഒരു അവസ്ഥയിലെത്തും. അത് സൂക്ഷിക്കണം എന്ന് പറഞ്ഞു. അല്ല, ആ ഭാഗം സേഫ് ആക്കി വെക്കുകയാണെങ്കിൽ പോരുകൊണ്ട് തെറ്റൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു പോരുകയാണെങ്കിൽ MTയുടെ കൂടെ എന്തെങ്കിലും പ്രവർത്തിക്കുന്ന എനിക്ക് താല്പര്യമാണെന്ന് പറഞ്ഞു. ആ സമയത്ത് മൂപ്പര് 2 ഓപ്ഷൻ പറഞ്ഞിരുന്നു. ഒന്ന് മാതൃഭൂമിയിലത്തെ ഓപ്ഷനാണ്, പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും മൂപ്പര് മാതൃഭൂമിയിൽ നിന്ന് പോകുന്നു. പിന്നെ ഉണ്ടായിരുന്ന ഓപ്ഷൻ ഈ തുഞ്ചൻ സ്മാരകത്തിലത്തെ. അത് എത്രയോ വർഷത്തിന് ശേഷം അതെനിക്ക് മൂപ്പരെടുത്തുനിന്ന് ആ ഓഫർ നിലനിർത്തി. അങ്ങനെയാണ് ഞാൻ അവിടെ ജോയിൻ ചെയ്തത്. മാധ്യമത്തിൽ ആദ്യം പോയി ജോയിൻ ചെയ്തു. അവിടെ എനിക്ക് നമ്മളെ പല സുഹൃത്തുക്കളും മുഖാന്തരാണ് അവിടെ അവർ പറഞ്ഞു. അവർ നല്ല ട്രീറ്റ്മെന്റ് ആയിരുന്നു എന്നോട്. പക്ഷെ എനിക്ക് വലിയ ടെൻഷനായി, കാരണം ആദ്യത്തെ ഒരു പുതിയ ആഴ്ചപ്പതിപ്പ് കൊണ്ടുവരിക എന്ന് പറയുമ്പോണ്ടല്ലോ, ഇപ്പൊ ബാങ്കിൽ നിന്ന് വന്ന അതിനെക്കാട്ടും വലിയ ടെൻഷൻ ആവുമല്ലോ എന്ന് പറഞ്ഞപ്പോഴാണ് ആ കാര്യം MTയോട് പറഞ്ഞപ്പോഴാ പറഞ്ഞു, എന്നാ രാമനുണ്ണി ഇവിടെ വന്ന് ജോയിൻ ചെയ്തോളൂ പറഞ്ഞു. അങ്ങനെ തുഞ്ചൻപറമ്പിൽ വന്നു. അവിടെ കുറച്ചും കൂടി ലിഷർലിയാണ് കാര്യങ്ങൾ. അതെ. പക്ഷെ അതേസമയം വലിയൊരു സാംസ്കാരിക പ്രവർത്തനമാണ് അവിടെ നടക്കുന്നത്. അവിടെ സാഹിത്യ മ്യൂസിയം വരുന്നുണ്ടായിരുന്നു, അതിന്റെ ഉത്തരവാദിത്വം അത് സ്ഥാപിക്കാനുള്ള ഉത്തരവാദിത്വം എനിക്കുണ്ടായിരുന്നു. അങ്ങനെ MTക്ക് ഇന്ത്യ ഒട്ടാകുള്ള ബന്ധം കൊണ്ട് ഓരോ കുറിയും നാഷണൽ സെമിനാറുകൾ നടത്തും. കേന്ദ്ര സാഹിത്യ അക്കാദമിയായിട്ട് സഹകരിച്ചിട്ട് ഇപ്പൊ എനിക്ക് അതിന്റെ ഉത്തരവാദിത്വം കൂടി അതൊരു വല്ലാത്തൊരു നിയോഗം മാതിരി വന്നുകൊണ്ടിരിക്കുന്ന. പിന്നെ 20 കൊല്ലം കഴിഞ്ഞ സമയത്താണ് മലയാള യൂണിവേഴ്സിറ്റിയിൽ ഈ അഡ്ജന്റ് ഫാക്കൽറ്റി, അഡ്ജന്റ് പ്രൊഫസർ എന്ന് പറഞ്ഞിട്ട് UGC ഒരു പുതിയ ഏർപ്പാട് കുറച്ചു കാലമായിരുന്നു. അപ്പൊ ഡോക്ടർ അനിൽ വെള്ളത്തോള് ചോദിച്ചു എന്നോട്, MTക്ക് വിരോധമാവില്ലെങ്കിൽ അവിടെ വിട്ടിട്ട് രാമനുണ്ണി ഇങ്ങോട്ട് പോരുന്നോ? അപ്പൊ ഞാൻ MTയോട് പറഞ്ഞു. അപ്പൊ MTക്ക് യാതൊരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല. അവര് പറഞ്ഞു ഇതൊരു പുതിയ എക്സ്പീരിയൻസ് അല്ലേ, നേരിട്ട് ഒരു പ്രൊഫസറായിട്ട് കിട്ടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അങ്ങനെയാണ് ഇപ്പൊ ഞാൻ ഒരു 6 വർഷം കഴിഞ്ഞു അവിടെ അഡ്ജന്റ് പ്രൊഫസറായി. അതിലെന്താ ചെയ്യുന്നത്? അവിടെ എന്താ പഠിപ്പിക്കൽ? അവിടെ ഞാൻ സാഹിത്യ രചനാ വിഭാഗം 10-11 MA കോഴ്സ് ഉണ്ട്. സാഹിത്യ രചന, സാഹിത്യ പഠനം, സാംസ്കാരിക പഠനം, വികസന പഠനം, ഇങ്ങനെ പലതും ഉണ്ടായില്ല. ഈ സാഹിത്യ രചന ക്രിയേറ്റീവ് റൈറ്റിംഗ് ഡിപ്പാർട്ട്മെന്റിലാണ് ഞാനുള്ളത്. ഇന്ത്യയിൽ തന്നെ ക്രിയേറ്റീവ് റൈറ്റിംഗിന് ഉള്ള ഇത്ര ഫുൾ ഫ്ലെഡ്ജഡ് ആയിട്ടുള്ള ഒരു PG കോഴ്സ് മലയാള സർവകലാശാല പോലെ വേറെ എവിടെയില്ല. എഴുത്ത് വളരെ സജീവമായിട്ട് തുടരുകയും ചെയ്യുന്നുണ്ടല്ലോ. ഇവിടെ ഞാൻ ധാരാളം എഴുത്തുകാരുമായിട്ട് അഭിമുഖം നടത്തുമ്പോഴെല്ലാം ഞാനും കുറച്ച് എഴുതുന്ന ആളാണല്ലോ. എന്റെ ഒരു മനസ്സിലുള്ള എന്റെ ഒരു വിചാരം, ഈ എഴുത്തുകാരുടെ മനസ്സെങ്ങനെയാണ് പ്രവർത്തിക്കുക എന്നുള്ളതാണ്. ഒരു അത്ഭുതമാണ്. നമുക്ക് ഈ എഴുത്തുകാരുടെ മനസ്സെങ്ങനെയാണ് പ്രവർത്തിക്കുക. ഓരോരുത്തരും ഓരോ തരം കൃതികൾ എഴുതുന്നു, ഓരോ തരം കാഴ്ചപ്പാട് പുലർത്തുന്നു. ചിലരിലൊക്കെ അവരുടെ ആശയഗതിയിൽ ഷിഫ്റ്റ് ഉണ്ടാകുന്നു. അപ്പൊ ഞാൻ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രം അല്ല ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതല്ലാതെ തന്നെ അവരുടെ ആശയഗതിയിൽ അവർക്കൊരു ഷിഫ്റ്റ് ഉണ്ടാകുന്നു. എഴുത്തിന്റെ തുടക്കകാലത്തുണ്ടായിരുന്ന വിശാല മാനവികത ഒന്നുമല്ല, മനുഷ്യനെ കുറിച്ചുള്ള വീക്ഷണം. നമ്മൾ മനുഷ്യരെയാണല്ലോ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. മനുഷ്യനെ കുറിച്ചുള്ള വീക്ഷണത്തിൽ മാറ്റം വരുന്നു. ഈ എഴുത്തിന്റെ ഇത്രയും കാലവും ഇങ്ങനെ തുടർന്നു പോരുമ്പോൾ എന്തൊക്കെ തരം മാറ്റങ്ങൾക്ക് മനസ്സ് വിധേയമായിട്ടുണ്ടെന്ന് സ്വയം ആലോചിച്ചിട്ടുണ്ടോ? അല്ല, ഒരു എഴുത്തുകാരന് കൂടുതൽ മനസ്സിലാക്കാൻ പറ്റും എന്നതിന്റെ ഒരു തെളിവ് കൂടിയാണ് ഇപ്പൊ ശ്രീകുമാരനായിട്ടുള്ള ഈ സംഭാഷണം. കാരണം സ്വയം കവിയായിട്ടുള്ള ഒരാള് എന്നോട് സംസാരിക്കുന്ന സമയത്താണ് അതിന്റെ എഴുത്തിന്റെ വഴികൾ ശ്രീകുമാറിന് അറിയാം. ഒരു കവിക്കുള്ള ആ ഒരു വികാരപരമായിട്ട് മുന്നോട്ട് പോകുന്ന വഴികളിൽ കൂടെയൊക്കെ തന്നെയാണ് ഒരു കഥാകൃത്തും പോകുന്നത്. അതുകൊണ്ടാണ് എന്നോട് ഇത്ര നന്നായിട്ട് സംസാരിക്കാനും എനിക്ക് ഇത്ര നന്നായിട്ട് പ്രതികരിക്കാനും പറ്റുന്നത്. അതാണ് അതിന്റെ
അപ്പൊ ഈ വീക്ഷണപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് തോന്നുന്നത് ഒരു എഴുത്തുകാരന് ഉള്ള ബേസിക് തീംസ് കാര്യമായിട്ട് മാറുന്നില്ല എന്ന് പറയും. അത്ര വലിയ എഴുത്തുകാരനാണെങ്കിലും ആ ബേസിക് ആയിട്ടുള്ള ചില തീമുണ്ടല്ലോ അതവിടെ നിൽക്കും. പക്ഷെ കാലത്തിനനുസരിച്ച് ആ കാലത്തിന്റെ മാറ്റത്തിനനുസരിച്ചിട്ടുള്ള സ്വാധീനം എന്തായാലും ഉണ്ടായിക്കൊണ്ടിരിക്കും ഉണ്ടാകും. കാരണം ഞാനിപ്പോ ലഗ്നവശാൽ ഒരു ഉത്തരാധുനികനായിട്ടുള്ള എഴുത്തുകാരനാന്ന് പറയാം. കാരണം ആധുനികവാദ സാഹിത്യത്തിന്റെ വിജയനും മുകുന്ദനും ഒക്കെ മുന്നോട്ട് വെച്ചിട്ടുള്ള ആ ഒരു എഴുത്തിന്റെ അതിന്റെ ജീവിത ദർശനപരമായിട്ടുള്ള കാര്യത്തെപ്പറ്റി പല തർക്കങ്ങളും ഉണ്ടായിരുന്നു. ജീവിത വിരുദ്ധമാണ്, മരണോന്മുഖമാണ്, ജീവിത നിഷേധത്തിൻ്റെതാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പിന്നെ വലിയ ആരോപണങ്ങളും കുറ്റം ചാർത്തലുകളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതിന്റെ പിറകിലും ഒരു ചരിത്രപരമായിട്ടുള്ള കാരണങ്ങളുണ്ട്. അങ്ങനെയുള്ള ഒരു ജീവിത പ്രശ്നം ഉണ്ടാകാനും കാരണമുണ്ട്. അത് നമ്മൾ നോക്കുകയാണെങ്കിൽ ആധുനികത മനുഷ്യരാശിക്ക് നൽകിയ വാഗ്ദാനങ്ങളെല്ലാം തകർന്ന് തരിപ്പണമാകുന്നതും 2 ലോകമഹായുദ്ധങ്ങൾ ഇതെല്ലാം തന്നെയാണ് സത്യത്തിൽ ഈ നിരാശയുടേതായിട്ടുള്ള ഒരു ആധുനികവാദ സാഹിത്യത്തിന്റെ ജീവിത ദർശനത്തെ രൂപീകരിച്ച അതാണ്. അപ്പൊ വെറുതെ ഇവരുണ്ടാക്കിയതല്ല. അപ്പൊ വിജയൻ പിന്നെ ഇതിഹാസത്തിലൊക്കെ എങ്ങനെ താൻ ഇങ്ങനെ ഒരു എഴുത്തുകാരനായി എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം ഞങ്ങളുടെ കാലം വന്നപ്പോഴേക്ക് ഇതിന്റെ ഈ ജീവിത നിഷേധപരമായിട്ടുള്ള എലിമെന്റിനെ എല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് ജീവിതം ജീവിതയോഗ്യമല്ലെങ്കിൽ അതിൽ നിരാശപ്പെടുകയല്ല വേണ്ടത്, അതിന്റെ പിറകിലുള്ള രാഷ്ട്രീയത്തെ ചങ്കൂറ്റത്തോടുകൂടി അഭിമുഖീകരിക്കുകയാണ് വേണ്ടത് എന്നൊരു കാഴ്ചപ്പാടിലെത്തിയിട്ട് കൂടുതൽ പൊളിറ്റിക്കലും ജീവിതോന്മുഖമായിട്ടുള്ള ഒരു എഴുത്തിലേക്കാണ് ഞങ്ങൾ പ്രവേശിച്ചത്. വേറൊന്ന്, ഇപ്പൊ ഈ എഴുത്തിന്റെ ഒരു വഴിയിൽ ഈ ചിലപ്പോഴൊക്കെ അത് അങ്ങ് നേരിട്ടിട്ടുള്ള ഒരു ആരോപണമായിരിക്കും, ശരീരത്തിന് കൂടുതൽ പ്രാധാന്യം വരുന്നു, ശാരീരിക ബന്ധത്തെക്കുറിച്ച് എഴുതുന്നു. അതിപ്പോ അങ്ങേക്ക് മാത്രമല്ല, ഒരുപാട് ഈ സമീപകാലത്ത് അത്തരം എഴുതി വരുന്ന ആളുകൾക്ക് അവരതങ്ങനെ ചെയ്യാൻ ഒരുപക്ഷെ നിർബന്ധിതരാകുന്നുണ്ട്, അല്ലെങ്കിൽ അത് സ്വാഭാവികമായി അവരിൽ സംഭവിക്കുന്നുണ്ട്. അങ്ങനെ ഒരു ആരോപണം കേട്ടിട്ടുണ്ടോ എപ്പോഴെങ്കിലും? തീർച്ചയായിട്ടും. ഞാൻ ശരീരത്തെ കൂടുതൽ ആവിഷ്കരിക്കുന്നു എന്നതിന്റെ ആരോപണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ജീവിതത്തിന്റെ പുസ്തകം ജീവിതത്തിന്റെ തെറിപ്പുസ്തകമാണ്, ലൈംഗികത കൂടുതലാണ് എന്ന് പറഞ്ഞിട്ട് എന്നെ അവഹേളിക്കുന്ന മാതിരി ഉള്ള ലേഖനങ്ങൾ വരികയും അതിനെതിരായിട്ട് ഹൈക്കോടതിയിൽ കേസ് അടക്കം വന്നിട്ടുണ്ട്. അതായത് ലൈംഗികതയുടെ ചിത്രീകരണം തെറിയായിട്ട് കാണുന്ന ഒരു വികലമായ വീക്ഷണത്തിനാണ് അങ്ങനെയുള്ളൊരു വിമർശനം ഉണ്ടായിട്ടുള്ളത്. ജീവിതത്തിന്റെ പുസ്തകത്തിൽ ശരിയാണ്, ലൈംഗിക രംഗങ്ങൾ ധാരാളമുണ്ട്. പക്ഷെ അതെല്ലാം തന്നെ ചില പ്രത്യേകമായിട്ടുള്ള അവസ്ഥാവിശേഷത്തെ, മനോഭാവത്തെ ആവിഷ്കരിക്കാൻ വേണ്ടിയിട്ടുള്ളായിരുന്നു. ഇപ്പൊ ഭാവിയുടെ പുസ്തകത്തിൽ ബി രാജീവും പറയുന്നുണ്ട്, അതിലുള്ള ഓരോ സ്ത്രീ പുരുഷ സമാഗമങ്ങളും ഒരു പ്രത്യേക ഭാവമണ്ഡലത്തെ അല്ലെങ്കിൽ ഒരു പ്രത്യേക സത്യത്തെ ആവിഷ്കരിക്കാൻ വേണ്ടിയിട്ടാണ്. വെറുതെ ലൈംഗികത പറയാൻ വേണ്ടി ലൈംഗികത പറയാനല്ല എന്നുള്ളത്. കാലത്തിന്റെ കാഴ്ചപ്പാടിലുള്ള മാറ്റം നമ്മളെ ബാധിക്കും. ഞാൻ ഒരു ലേഖനത്തിൽ എഴുതിയിട്ടുണ്ട്, കാലത്താൽ വിധിക്കപ്പെട്ടവൻ. ഏതൊരു എഴുത്തുകാരനും കാലത്താൽ വിധിക്കപ്പെട്ടവൻ കൂടിയാണ്. നമ്മൾ ഇതുവരെ ചോദിച്ചു വന്നതിൽ ധാരയിൽ നിന്ന് വ്യത്യസ്തമായിട്ടൊരു കാര്യം, ഈ ഭാഷയ്ക്ക് വേണ്ടിയിട്ട്, മലയാള ഭാഷാ പ്രസ്ഥാനങ്ങൾക്ക് വേണ്ടിയിട്ട് അങ്ങയുടെ സേവനം, അതിനൊരു സേവനം നിലവിളിക്കേണ്ട ഒരു വികാരമാണ്. അത് വളരെ പ്രകടമായിരുന്നു. തിരുവനന്തപുരത്ത് അങ്ങ് വന്നിട്ട് ഒരു രാത്രിയും പകലും സത്യാഗ്രഹം കടന്നിട്ടുണ്ട്. ഒരു തിരുവോണ നാളിൽ സുഗതകുമാരി ടീച്ചറും അടൂർ ഗോപാലകൃഷ്ണനും ഉൾപ്പെടെയുള്ള ആളുകൾ PSC ഓഫീസിന് മുന്നിൽ പട്ടിണിയിരുന്നു ഒരു തിരുവോണ നാളിൽ. മലയാളിക്ക് തിരുവോണത്തിനൊന്ന് പട്ടിണി ഇരിക്കുക എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ കടുത്ത പ്രതിഷേധം നടത്താൻ നിർവാഹമില്ല. തെരുവോരത്ത് വന്നിട്ട് അങ്ങേപ്പോലെ ഒരാൾ വന്നിട്ട് യൂണിവേഴ്സിറ്റി കോളേജിന്റെ മുമ്പിൽ പട്ടിണി കിടക്കുക രാത്രിയും പകലും. എന്തുകൊണ്ടാണ് മലയാളി എന്ന നിലയിൽ നമുക്ക് എഴുത്തുകാർക്കുൾപ്പെടെ അത് ആവശ്യമായി വരുന്നത്? സത്യത്തില് എനിക്ക് തോന്നുന്നത് ഒരു കൊളോണിയൽ ഹാങ് ഓവർ, ബ്രിട്ടീഷുകാർ ഇവിടുന്ന് പോയാലും ഒരു സാമ്രാജ്യത്വത്തിന്റെ ഒരു സാംസ്കാരികമായിട്ടുള്ള ഒരു അവശിഷ്ടം താങ്ങുന്ന ഒരു ജനതയാണ് മലയാളികൾ. നമ്മൾ സാമ്രാജ്യത്വത്തിനെതിരായിട്ടൊക്കെ വലിയ പ്രസംഗങ്ങളൊക്കെ നടത്തിയാലും സാമ്രാജ്യത്വബോധം മനസ്സിൽ നിർലീനമായിരിക്കുന്നൊരു സ്വഭാവം മലയാളിക്കുണ്ട്.
അതാണ് ഈ ഇംഗ്ലീഷിനോടുള്ള ഭയഭക്തി ബഹുമാനങ്ങളായിട്ട് പലപ്പോഴും വരുന്നത്. ഇംഗ്ലീഷിനോട് ഒരു വിരോധവും ആവശ്യമില്ല. ഞാൻ ഇംഗ്ലീഷിൽ ഡിഗ്രിയും പി ജി ഒക്കെ എടുത്തിട്ടുള്ള ഒരാളാണ്. ഏറ്റവും മനോഹരമായിട്ടുള്ളൊരു ഭാഷയുമാണ് ഇംഗ്ലീഷ് ഭാഷ. പക്ഷേ സ്വന്തം ഭാഷയെ അവഗണിച്ചുകൊണ്ട് അതിനെ വില കൽപ്പിക്കാതെ ഒരു വിദേശ ഭാഷയിൽ കൂടെ മാത്രമാണ് വിമോചനം സാധ്യമാകുകയുള്ളൂ എന്നൊരു മനോഭാവം മലയാളിയുടെ എല്ലാ തട്ടിൽപ്പെടുന്നവർക്കുമുണ്ട് എന്നുള്ളതാണ്. ഇപ്പോഴാണ് കുറേയൊക്കെ അത് മാറി വന്നിട്ടുള്ളത്. ഒരു ജനത അവരുടെ സ്വന്തം മാതൃഭാഷയിൽ കൂടിയാണ് അവർക്ക് വികസിക്കാനും വളരാനും സാധിക്കുകയുള്ളൂ. ബുദ്ധിപരമായിട്ടും സർഗാത്മകമായിട്ടും സാമ്പത്തികമായിട്ടു കൂടി വളരണമെങ്കിൽ നമുക്ക് മലയാളത്തിൽ കൂടെയാണ് സാധിക്കുകയുള്ളൂ. പിന്നെ നമ്മളൊക്കെ വിചാരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സയൻസും ടെക്നോളജിയുടെയൊക്കെ ഭാഷ ഇംഗ്ലീഷാണെന്നുള്ളത്. ശരിക്കും നമ്മൾ കണ്ണടച്ചിരുട്ടാക്കുക ചെയ്യുന്നത്. ഇന്ന് നാനോ ടെക്നോളജിയിലും കോസ്മോളജിയിലും അടക്കം നോബൽ പ്രൈസ് ജർമ്മനിക്കാർക്കും റഷ്യക്കാർക്കും ചൈനക്കാർക്കും കിട്ടുന്നത് ജർമ്മൻ ഭാഷയിൽ കൂടിയും റഷ്യൻ ഭാഷയിൽ കൂടിയും ചൈനീസിൽ കൂടിയും പഠിച്ചിട്ട്, ഇംഗ്ലീഷിൽ കൂടെ പഠിച്ചിട്ടല്ല. അപ്പോൾ അവർക്ക് ശാസ്ത്രം തന്നെ സർഗാത്മകമായിട്ട് ശാസ്ത്രീയമായ ബോധത്തെ വളർത്തിയെടുക്കാൻ അവരുടെ മാതൃഭാഷയാണ് അവരെ സഹായിക്കുന്നത്. ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് നമ്മൾ ഇംഗ്ലീഷിൽ കൂടെ ഉപരിപഠനം സാധ്യമാകൂ എന്ന തെറ്റിദ്ധാരണ വെച്ച് പുലർത്തുന്നു. എഞ്ചിനീയറിംഗ് ഇവിടെ മലയാളത്തിൽ പഠിപ്പിക്കാൻ പുറപ്പെട്ടപ്പോൾ എന്തൊക്കെ പുലിവാലുകളാണ് ഉണ്ടായത്. മലയാള ഭാഷയ്ക്ക് അതിന് കെൽപ്പില്ല എന്നാ പറയുന്നത്. അസംബന്ധം പിടിച്ചിട്ടുള്ളൊരു ചിന്താഗതിയാണ്. എത്രമാത്രം പ്രായോഗികമാണെന്ന് ഇപ്പൊ മലയാളം സർവകലാശാലയില് അങ്ങ് അതിന്റെ സെനറ്റ് മെമ്പറും അവിടുത്തെ അഡ്ജങ് പ്രൊഫസറും ഒക്കെ ആണല്ലോ. അതെ. ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ അങ്ങയുടെ കഥയുടെ ഉൾപ്പെടെ അടിസ്ഥാനത്തിൽ അങ്ങനെ പറയാൻ പറ്റും. മലയാള സർവകലാശാല സ്ഥാപിച്ച തന്നെ ഈ പറഞ്ഞ ലക്ഷ്യത്തിനു വേണ്ടിയിട്ടാണ്. എല്ലാ വിജ്ഞാനവും മലയാളത്തിൽ കൂടെ ആവിഷ്കരിക്കാൻ വേണ്ടിയിട്ട്. അവിടെ ഇപ്പോ 10-ലധികം MA കോഴ്സുകളുണ്ട്. ഇതെല്ലാം മലയാളത്തിൽ കൂടെയാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ മലയാളത്തിൽ കൂടെ എല്ലാ വിജ്ഞാനങ്ങളും ആവിഷ്കരിക്കാനുള്ള ശേഷി നമ്മുടെ ഭാഷയ്ക്കുണ്ട്. അതൊന്നും കൂടി കരുത്തുറ്റതാക്കി മാറ്റുകയാണ് നമ്മൾ ഇന്ന് ചെയ്യേണ്ടത്. അതിനാണ് മലയാള സർവകലാശാല സ്ഥാപിച്ചിരിക്കുന്നത്. അതിന്റെ പ്രവർത്തനങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പൊ ഞാൻ അവിടെ അഡ്ജന്റ് പ്രൊഫസറായിട്ട് ജോലി ചെയ്യുന്ന സമയത്ത് എനിക്ക് ഈ സത്യം വിളിച്ചു പറയേണ്ട ഉത്തരവാദിത്തമുണ്ട്. അപ്പോ മലയാളത്തിൽ കൂടെ മറ്റ് വിജ്ഞാനങ്ങൾ ആവിഷ്കരിക്കുക മാത്രമല്ല, സയൻസും ടെക്നോളജിയൊക്കെ സാഹിത്യത്തിൽ കൂടെ ആവിഷ്കരിക്കുമ്പോഴാണ് കൂടുതൽ അത് ജനപ്രിയമായിട്ട് മാറുന്നത്. ഞാൻ ഇപ്പോൾ പുതിയ ശാസ്ത്രീയമായ കാര്യങ്ങൾ പിന്നെ പടുത്തു വന്ന കഥയിൽ, സർവൈലൻസ് എന്ന കഥയിൽ, ഇവാക്യുവേറ്റ് എന്നുള്ള കഥയിൽ, ഇതിലൊക്കെ പുതിയ വിജ്ഞാന മണ്ഡലങ്ങളും ടെക്നോളജിയും ഒക്കെ ഈ സാഹിത്യത്തിൽ കൂടെ തന്നെ വരുന്നു. കുർക്സ് എന്ന കഥയിൽ MT തന്നെ പറഞ്ഞതാണ്, ശാസ്ത്രം എങ്ങനെ സാഹിത്യത്തിലേക്ക് കൊണ്ടുവരണം എന്നതിന്റെ മികച്ച ഉദാഹരണമാണ് കുർക്സ് എന്ന കഥ എന്ന് പറഞ്ഞു. ശാസ്ത്രത്തെ നമ്മൾ അകറ്റി നിർത്തുന്ന അർത്ഥമില്ല. കാരണം നമ്മളിന്ന് ജീവിക്കുന്നതിന്റെ നമ്മൾ ശ്വസിക്കുന്ന വായുവിലും വെള്ളത്തിലും ഒക്കെ ശാസ്ത്രമാണ്. സാഹിത്യത്തിലാണ് താരതമ്യേന കുറവായിട്ടുള്ളത്. മുലപ്പാലാണ് കുട്ടികളുടെ വളർച്ചയ്ക്ക് സഹായിക്കുന്ന പോലെ നമ്മുടെ ഭാഷാ ഇന്ദ്രിയത്തെ വളർത്തുന്നത് മാതൃഭാഷയാണ്. ഇങ്ങനെ ഭാഷയുടെ ഇന്ദ്രിയം വളർന്നാലാണ് നമുക്ക് മറ്റു ഭാഷകളും പഠിക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ നമ്മളെ രക്ഷിതാക്കൾക്ക് കുട്ടികൾ നന്നായിട്ട് ഇംഗ്ലീഷ് പഠിക്കണം, ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യണം എന്നുണ്ടെങ്കിൽ അവരതിന് ആദ്യം വേണ്ട എന്താ വെച്ചിട്ടുണ്ടോ, മലയാളത്തില് നല്ല അവഗാഹം ഉണ്ടാക്കുക. കാരണം മാതൃഭാഷ കൊടുത്തിട്ട് മസ്തിഷ്കത്തിലെ ഭാഷയുടെ ഇന്ദ്രിയം വളർന്നാലാണ് അവർക്ക് ഇംഗ്ലീഷ് കൂടുതൽ നന്നായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റുള്ളൂ. എന്തുകൊണ്ടാണ് മഹാത്മാഗാന്ധിക്ക് ലളിതമായ തന്റെ ഇംഗ്ലീഷ് ഉപയോഗിച്ചിട്ട് ബ്രിട്ടീഷുകാരെ വിറപ്പിക്കാൻ പറ്റിയത്? ഗുജറാത്തിയിലുള്ള പ്രാപ്തി കൊണ്ട്. എന്തൊരു മനോഹരമായിട്ടുള്ള, എന്തൊരു ശക്തി നിർഭരമായിട്ടുള്ള ഇംഗ്ലീഷാണ് മഹാത്മാഗാന്ധിക്ക് ഉണ്ടായിരുന്നത്. അദ്ദേഹത്തിന്റെ കൺവിക്ഷനാ. അപ്പോ നമുക്ക് ഇംഗ്ലീഷ് തന്നെ സർഗാത്മകമായിട്ട് കൈകാര്യം ചെയ്യണമെങ്കിൽ നമുക്ക് മാതൃഭാഷയിൽ കൂടെയുള്ള ലിംഗ്വിസ്റ്റിക് സ്കില്ല് വേണം എന്നതാണ്. നമ്മുടെ ഈ അഭിമുഖ സംഭാഷണത്തിന്റെ ഒരു ഏതാണ്ട് അവസാനത്തേക്ക് എത്തുമ്പോൾ ഞാനൊരു കാര്യം കൂടെ ചോദിക്കട്ടെ. നമ്മളിപ്പോൾ വളരെ ഡീപ്പായിട്ട് സാഹിത്യത്തെക്കുറിച്ച് സംസാരിച്ചു. അങ്ങയുടെ എഴുത്തിനെ കുറിച്ച് മാത്രമല്ല, അതല്ലാതെ മലയാള സാഹിത്യത്തിന്റെ ഭൂത വർത്തമാന കാലങ്ങളെക്കുറിച്ച്, നമ്മൾ ഭാവിയെക്കുറിച്ച് കൂടി ആലോചിച്ചാൽ നമ്മുടെ എഴുത്ത് ഇനിയും അഭിമുഖീകരിക്കേണ്ട പ്രധാനപ്പെട്ട വിഷയങ്ങൾ അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള കാര്യങ്ങളെയാണെന്നാണ് അങ്ങ് വിശ്വസിക്കുന്നത്? അതായത് ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ,
നമ്മള് ശാസ്ത്രം നമ്മളെ ജീവിതത്തിൽ, മലയാളിയുടെ ജീവിതത്തിൽ എല്ലാം ശാസ്ത്ര, ഇങ്ങനെ അധികം ടെക്നോളജി ഉപയോഗിക്കുന്നവരില്ല മലയാളികളുടെ മാതിരി ഇന്ത്യയിൽ. പക്ഷെ അത് വേണ്ടവണ്ണം നമ്മളെ സാഹിത്യത്തിൽ വരുന്നില്ലേ എന്നൊരു സംശയമുണ്ട്. അതുകൊണ്ടുകൂടിയായിരിക്കാം ഞാനത്ര ശക്തിയൊന്നുമില്ലെങ്കിലും നമ്മളെ കൊണ്ടാവുന്നൊന്ന് ചുമന്നു നോക്കാന്ന് വിചാരിച്ചിട്ട് ശാസ്ത്രത്തെ കൊണ്ടുവരാൻ ഞാൻ ശ്രമിക്കുന്നത്. ഒന്നാമതൊക്കെ ശാസ്ത്രത്തിനോടുള്ള ഒരു പ്രതിപത്തി, ആദ്യം ശാസ്ത്രജ്ഞനാകണമെന്ന് മോഹൻണ്ടായിരുന്ന ആളാവുകൊണ്ടുള്ള ഒരു പഴയ പ്രണയത്തിന്റെ ഒരു ഇഷ്ടമുണ്ട്. മാത്രമല്ല ഇന്ന് നമ്മുടെ ലോകത്തെ മാറ്റിമറിക്കുന്ന സയൻസും ടെക്നോളജിയാണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, കാലാവസ്ഥാ വ്യതിയാനം, മഹാമാരികൾ, ഇതെല്ലാം നമ്മൾ വേണ്ടവണ്ണം അഡ്രസ് ചെയ്യുന്നത് പോരാ മലയാള സാഹിത്യത്തിൽ എന്നുള്ള അഭിപ്രായം എനിക്കുള്ളത്. കോവിഡ് സമയത്ത് പി രാജഗോപാലൊക്കെ പറഞ്ഞു, ഇന്ത്യയിലെ കോവിഡിനാസ്പദമായിട്ട് ആദ്യം കഥകൾ എഴുതിയ ഞാനാന്ന് പറഞ്ഞു. ശരീരദൂരം എന്ന കഥ, അതിൽ 6 കഥകൾ ഞാൻ കോവിഡിനാസ്പദമാക്കി എഴുതിയിട്ടുണ്ട്. കാരണം വലിയൊരു വിച്ഛേദമുണ്ടാക്കിയ ഒരു കാര്യമല്ലേ. അതിന് വേണ്ടവണ്ണം പലരും, ഞാൻ മാത്രമല്ല പലരും ചെയ്തിട്ടുണ്ട്. ഇതേപോലെ കാലാവസ്ഥാ വ്യതിയാനത്തെപ്പറ്റി എനിക്ക് ഗ്രേറ്റേച്ചിയെ കാണുക എന്നുള്ളൊരു കഥ, ഗ്രേറ്റ തുൻബർഗ് വയനാട്ടിൽ വരുന്നതായിട്ടാണ്. പണ്ടൊക്കെ യുദ്ധം കൊണ്ട് തകരുമോ, പിന്നെ ദാരിദ്ര്യമുണ്ടാവുമോ എന്നുള്ള പ്രശ്നമാണെങ്കിൽ ഇന്നത്തെ പ്രശ്നം ഈ കുലം മുടിയുമോ എന്നുള്ളതാണ്. കാലാവസ്ഥാ വ്യതിയാനം കൊണ്ട്, മഹാമാരികൾ കൊണ്ട്. ഇതേപോലെ കാർബൺ എമിഷൻ ഉണ്ടാവുകയാണെങ്കിൽ ഒരു 10-60 കൊല്ലം കൊണ്ട് ഭൂമിയിൽ 1/3 ഭാഗം വെള്ളത്തിലാകും, ജനങ്ങളുടെ ജീവിതം നരകതുല്യമാകുമെന്ന് പറഞ്ഞിട്ടും ഈ 195 രാജ്യങ്ങളുടെ ഭരണാധിപന്മാരും ചെവി കൊടുക്കുന്നില്ല. ഇങ്ങനെ വളരെ വിനാശകരമായിട്ടുള്ളൊരു കാര്യത്തിലേക്കാണ് പോകുന്നത്. അപ്പൊ ഇതെല്ലാം തന്നെ സാഹിത്യം അഡ്രസ് ചെയ്യേണ്ടതാണ്. മാർഗരറ്റ് അറ്റ്വുഡിനെ പോലുള്ള ഒരു, പിന്നെ കിം സ്റ്റാൻലി റോബിൻസിനെ പോലുള്ള ഒരു മിനിസ്ട്രി ഓഫ് ദി ഫ്യൂച്ചർ, ഇങ്ങനെയുള്ള സയൻസ്, കാലാവസ്ഥാ വ്യതിയാനം, മഹാമാരികൾ, ഇങ്ങനത്തെ അഡ്രസ് ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മളുടെ സാഹിത്യം കുറേയും കൂടി നീങ്ങേണ്ടതാണ് എന്ന ഒരു ചിന്ത എനിക്കുണ്ട്. നമ്മൾ പുതിയ ചെറുപ്പക്കാരൊക്കെ പലതും ചെയ്യുന്നുണ്ട്, പക്ഷെ വേണ്ടവണ്ണം നാം ചെയ്യുന്നില്ല. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറഞ്ഞിട്ട് അതിനോട് എന്തോ ഒരു കെറുവുള്ള മാതിരി ഇങ്ങനെ പ്രസവിച്ചിട്ട് കാര്യമില്ല. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നല്ലതാണെങ്കിൽ ഭൂമിയിൽ സ്വർഗം ഉണ്ടാക്കാൻ പ്രാപ്തിയുണ്ട്. പക്ഷെ അതിനെ ചെകുത്താന്റെ സ്വഭാവം പഠിപ്പിച്ചു കൊടുത്താൽ അവര് നമ്മളെ ശരിയാക്കും. ഇനി നമ്മളുടെ ഒരു സമാപനത്തിൽ നമ്മൾ കുടുംബത്തെ കുറിച്ച് കൂടി പറഞ്ഞാണ് സാധാരണ അവസാനിപ്പിക്കുക. എനിക്ക് പിന്നെ ചെറിയ കുടുംബമാണ്. ഞാൻ അച്ഛനും അമ്മയ്ക്കും ഒറ്റ മകനാണ്. എന്റെ ഭാര്യ രാജി വീട്ടിലുണ്ട്. എനിക്കും ഒരു മോളാണ്, സിംഗപ്പൂരാണ്, എഞ്ചിനീയറാണ്. മകളുടെ പേര് ശ്രീദേവി, മരുമകൻ ശ്രീജിത്ത്. 2 പേരും എഞ്ചിനീയർമാരാണ്. 2 കൊച്ചുമക്കളുണ്ട്, ഹരിനാരായണൻ, പിന്നെ ജാനകി. അങ്ങനെ എഴുത്തിന്റെ രംഗത്ത് വളരെ സജീവമായി, എഴുത്തുമായിട്ട് ബന്ധപ്പെട്ട സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ സജീവമായി നമ്മുടെ മുന്നിലൂടെ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ സമയത്തും പ്രശംസകൾ മാത്രമല്ല കേൾക്കുന്നത്, ധാരാളം വിമർശനങ്ങൾ കൂടി കേട്ടും ആ വിമർശനങ്ങളെ ചിലപ്പോഴൊക്കെ അതിജീവിച്ചും അതിനോട് പ്രതികരിച്ചുമെല്ലാമുള്ള ഒരു യാത്രയാണ് KP രാമനുണ്ണി എന്ന എഴുത്തുകാരൻ്റേത്. അത് മുമ്പോട്ട് നീങ്ങുമ്പോൾ മലയാളം അതിൽ അഭിമാനിക്കുന്നുണ്ട്, മലയാളി അതിൽ സന്തോഷിക്കുന്നുണ്ട്. ധാരാളം വായനക്കാരുള്ള ഒരു എഴുത്തുകാരൻ എന്ന നിലയിൽ കൂടിയാണ് അങ്ങയെ നമ്മളിപ്പോൾ ഇവിടെ കാണുന്നത്. ഞങ്ങളുടെ ശ്രോതാക്കൾക്ക് വേണ്ടി വളരെ വിശദമായി, വളരെ സ്നേഹനിർഭരമായി, വളരെ ഹൃദ്യമായി സംസാരിച്ചു. ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നതിന് പ്രത്യേകം കൃതജ്ഞത രേഖപ്പെടുത്തുന്നു, സന്തോഷം അറിയിക്കുന്നു. നമസ്കാരം. ഉള്ളടക്കത്തിൽ ഇന്ന് ശ്രോതാക്കൾക്കൊപ്പമുണ്ടായിരുന്നത് എഴുത്തുകാരനായ KP രാമനുണ്ണി. അഭിമുഖം നിർവഹണം ശ്രീകുമാർ മുഖത്തല. നിർവഹണ സഹായം സുമാകുമാരി AO.